ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ദിവസങ്ങൾ നമ്മൾ മ്യൂസിക് തെറാപ്പി, പാട്ട് വിശേഷങ്ങൾ, രാഗപരിചയം, ഇങ്ങനെ പല വിഷയങ്ങളും അതെല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ ജോസഫ് ജോൺ സാർ ഇവിടെയുണ്ട്. ജോസഫ് സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് നമുക്കൊരു പുതിയ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിനെയും കൂടെ ജോസഫ് സാർ പരിചയപ്പെടുത്തും. ജോസഫ് സാർ കേൾക്കാമല്ലേ? താങ്ക് യു സാബു സാർ. സർവേശ്വരന് സ്തുതി. മ്യൂസിക് തെറാപ്പിയുടെ അല്ലെങ്കിൽ പാട്ട് വിശേഷത്തിന്റെ 36ാമത് എപ്പിസോഡാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. സാബു സാർ പറഞ്ഞതുപോലെ സുമിത്ര മാഡമാണ്. സുമിത്ര മാഡത്തിന്റെ അറിവിലേക്കായി നമ്മളിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയണ്ടേ. അതിനുവേണ്ടി ഞാൻ അല്പം സമയമെടുക്കുകയാണ്. ഏതാനും നിമിഷം. മ്യൂസിക് തെറാപ്പി എന്ന് ആണ് നമ്മളിതിന് പേരിട്ടിരിക്കുന്നത്. പാട്ടുവിശേഷം, മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് തെറാപ്പിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ മ്യൂസിക് എപ്രകാരം നമ്മുടെ ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീയ തലങ്ങളെ ബാധിക്കുന്നു, എങ്ങനെയൊക്കെ അത് പോസിറ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലും കൂടെയൊക്കെ ചർച്ച ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ, വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സംഗീതം എങ്ങനെയാണ് നമ്മളെ വളർച്ചയെ സ്വാധീനിക്കുന്നത്, പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നത്. അത് നമ്മൾ ഈവൻ ഫ്രം ഗർഭകാലം തൊട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നു. അങ്ങനെ യൗവനകാലമൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ് കുറേ സൈക്കോളജിക്കൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം നമ്മൾ സംസാരിക്കുന്നത് ഓർമ്മ, മെമ്മറി, എപ്രകാരമുള്ള മെമ്മറികളുണ്ട്, പിന്നെ അത് എങ്ങനെ സംഗീതം എങ്ങനെ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചു. ഇന്ന് മറവിയെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും ഞാൻ വേറൊരു യാത്ര പ്ലാൻ ചെയ്തിരുന്നു. ആ യാത്ര മുടങ്ങിയത് കൊണ്ടാണ് എനിക്കിന്നിപ്പോൾ കയറാൻ പറ്റിയത്. കണ്ണൂർ വരെ, ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത്, കണ്ണൂർ വരെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ മാറി. പക്ഷേ ഒരു സെഷൻ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല. അതുകൊണ്ട് ഞാൻ സാബു സാറിന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു നമുക്ക് വളരെ വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ വളരെ പ്രഗത്ഭയായ വ്യക്തി എന്ന് തന്നെ ഞാൻ പറയുകയാണ്. കാരണം ഞാൻ പ്രൊഫൈല് കണ്ടു. സുമിത്ര മാഡം സീനിയർ ഓഡിറ്റ് ഓഫീസറായിട്ട് പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ തിരുവനന്തപുരമാണെന്ന് ഞാൻ കരുതുന്നു. തിരുവനന്തപുരത്ത് ഓഫീസിൽ നിന്നും റിട്ടയർ ചെയ്തു. 34 വർഷത്തെ സർവീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. സംഗീതം, പിന്നെ ലിസണിങ്, ഡാൻസിങ് പറയാം, റീഡിങ്, ഡാൻസ് ആൻഡ് സർവീസ് ഇൻ വൈസ്മെൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരു പ്രഗത്ഭയായ ട്രെയിനർ കൂടിയാകണം എന്ന് ഞാൻ കരുതുകയാണ്. തിരുവനന്തപുരമാണ് സ്വദേശം. ഹസ്ബൻഡ് റിട്ടയർഡ് ഫ്രം ബാങ്ക് ആൻഡ് ഹാവ് 2 ഡോട്ടേഴ്സ്. ഇതൊക്കെയാണ് മാഡത്തെക്കുറിച്ചുള്ള പ്രൊഫൈൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യയായ ഒരു വ്യക്തിയെയാണ് ബർസാദ് സാറിലൂടെ നമുക്കിവിടെ കിട്ടിയതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ സംഗീതത്തോടുള്ള പ്രണയമുള്ള, സംഗീതത്തെ പ്രണയിക്കുന്നവരാണ് ഈ ഗ്രൂപ്പിൽ എല്ലാ ഞായറാഴ്ചയും 7 മണി തൊട്ട് വന്ന് കൂടുന്നത്. അപ്പോൾ അവർക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കൂട്ടായി നാടൻ കൂടി എത്തിയത് വളരെയധികം സന്തോഷമുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ, ബഹുമാനത്തോടെ സുമിത്ര മാഡത്തെ ഈ വേദിക്ക് പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ ഈ വേദി കൈമാറുന്നു. അതിനായിട്ട് സുമിത്ര മാഡത്തെ ക്ഷണിക്കുക. താങ്ക് യു. താങ്ക് യു സർ. ഞാൻ ഓഡിബിൾ ആണോ? താങ്ക് യു സർ. എന്നെ കുറിച്ച് ഇത്രയും പറഞ്ഞ പോലെയുള്ള അത്രയൊന്നും ഞാൻ ഇല്ല, എങ്കിലും എനിക്ക് ഇത്രയൊക്കെ ഒരു വിശദീകരണം നൽകിയതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. സാറ് പറഞ്ഞതുപോലെ എനിക്ക് ഈ കൂട്ടായ്മയെ കുറിച്ച് വലിയ അറിവില്ല. ജസ്റ്റ് ഇങ്ങനെ ബർസാദ് സാർ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സംഗീതത്തെ സ്നേഹിക്കുന്ന, സംഗീതത്തെ പ്രണയിക്കുന്ന, സാർ ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയാണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സംഗീതത്തെ കുറിച്ച് ഒരു ടോപ്പിക് എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് സംഗീതം. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സമ്മതിച്ചു. അപ്പം
എന്താണ് സംഗീതത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രസക്തി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, മനുഷ്യ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനം ബന്ധങ്ങളുടെ ഊഷ്മളതയാണ്, അല്ലെ? നമ്മുടെ ഓരോ ദിനവും നമ്മൾ കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കും തോറും നമ്മൾക്ക് ഒറ്റപ്പെടലിൽ നിന്ന് ഉള്ള ഒരു മോചനം ലഭിക്കുന്നു. ഏറ്റവും അത്യാവശ്യം നമുക്ക് മരണം വരെ നമ്മളോടൊപ്പം കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ടാവുക, അവരുടെ സ്നേഹവും സൗഹൃദവും പങ്കിടാൻ ഒരു അവസരം കിട്ടുക, അങ്ങനെയുള്ള വ്യക്തികളാണ് ലോകത്ത് ഏറ്റവും ഭാഗ്യവാന്മാരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്നും എന്നും എൻ്റെ കൂട്ടായ്മകളും ഫ്രണ്ട്ഷിപ്പും ഒക്കെ കൂട്ടാൻ വളരെയധികം ശ്രമിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് സംഗീതത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഈ ഒരു കൂട്ടായ്മയിൽ ഒരു എൻട്രി കിട്ടിയത്. അപ്പൊ ഇവിടെയുള്ള എല്ലാ വ്യക്തികളെയും ഒന്ന് കൂട്ടുകാരായിട്ട് എനിക്ക് ലഭിക്കാൻ കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടയാണ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ സംഗീതത്തിന് ഒരുപാട് ഞാൻ എല്ലാവരെയും എൻ്റെ ഈ സെഷനിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സാറ് പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ ചർച്ച ചെയ്ത് വരുന്നത് പോലെ, സംഗീതത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നു എന്നുള്ളത്. പിന്നെ സംഗീതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈശ്വരന്റെ വരദാനമാണ്, അതൊരു സിദ്ധിയാണ് എന്നൊക്കെ നമ്മൾ പറയും. സർഗമായിട്ട് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു സിദ്ധിയാണ് എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നുള്ള മറ്റൊരു കാര്യം, സംഗീതത്തിന് ഭാഷയുടെ അതിർവരമ്പുകളില്ല, അല്ലെ? നമ്മൾ ഒരു മലയാളി ആയിക്കോട്ടെ, ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ഏത് ഭാഷയിലുള്ള സംഗീതവും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമ്മൾ ഒരിക്കലും മലയാളം പാട്ടുകൾ മാത്രമല്ല നമ്മൾ പാടുന്നത്, എല്ലാ എല്ലാ ഭാഷയിലുള്ള ഗാനങ്ങളും നമ്മൾക്ക് കേട്ടാൽ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ, വയലിൻ ആയിക്കോട്ടെ, ഹാർമോണിയം ആയിക്കോട്ടെ, തബല ആയിക്കോട്ടെ, ഏത് വാദ്യോപകരണത്തിൽ നിന്നും വരുന്ന സംഗീതം ആസ്വാദനം എന്ന കഴിവുള്ള ഒരു വ്യക്തിക്ക് വളരെയേറെ സന്തോഷം. അത് കേൾക്കുമ്പോൾ നമ്മളിലുള്ള ആസ്വാദനം നമ്മളെ മറ്റൊരു വൈകാരിക തലത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾക്കൊരു സന്തോഷം ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ ശരീരത്തിന് ശാരീരികമായും മാനസികമായും വളരെയേറെ ഗുണമാണ് ചെയ്യുന്നത്. അപ്പോൾ സംഗീതത്തിന്റെ സിദ്ധി എന്ന് പറയുന്നത് അത്ര വിലപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം. അമ്മയുടെ ഉദരത്തിനുള്ളിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്, ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന് സംഗീതം തിരിച്ചറിയാൻ പറ്റുമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഏതോ രാജ്യത്തുള്ള റിസർച്ചുകളിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിനുള്ളിൽ കിടക്കുമ്പോൾ കുഞ്ഞിനെ അമ്മയുടെ പാട്ട് റെക്കോർഡ് ചെയ്ത് എല്ലാ ദിവസവും കൃത്യം ഒരു സമയത്ത് കേൾപ്പിക്കുന്ന ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കുഞ്ഞ് ജനിച്ച ഉടനെ എന്നും കേൾപ്പിച്ചുകൊണ്ടിരുന്ന ആ ഗാനം റെക്കോർഡ് ഇട്ട് കൊടുത്തപ്പോ കണ്ണ് തുറക്കാതെ കിടക്കുന്ന വളരെ കുഞ്ഞ് ശൈശവത്തിലുള്ള കുഞ്ഞ് കണ്ണ് തുറന്ന് 4 വശത്തും മിഴിച്ചു നോക്കി, എനിക്കറിയാന്നുള്ള ഈ ശബ്ദം ഇത് എവിടുന്ന് വന്നു എന്നിങ്ങനെ 4 വശത്തും അത്ഭുതത്തോടെ ഇങ്ങനെ മിഴിച്ചു നോക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അത്ര ഗർഭാവസ്ഥയിൽ തന്നെ നമ്മൾക്ക് സംഗീതം മനസ്സിലാക്കാനും ആസ്വദിക്കാനും കഴിയുന്നു. അത്രമാത്രം കഴിവുള്ള ഒരു സാധനയാണ് സംഗീതം. അതുകൊണ്ട് സംഗീതത്തെ പ്രേമിക്കുന്ന നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന് നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ഗാനങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, ഭാഷയെന്നോ ഒന്നും ഭേദമില്ലാതെ നമ്മൾക്ക് സംഗീതം ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനൊരു ചെറിയ ഉദാഹരണമാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ കാണിക്കുന്നത്. ഇതൊന്ന് കേട്ട് നോക്കണേ. ഞാൻ നോർത്ത് ഈസ്റ്റിൽ പോയപ്പോ ഈ അടുത്ത കാലത്ത് നോർത്ത് ഈസ്റ്റ് സന്ദർശിക്കുകയുണ്ടായി. അപ്പം ഞാൻ താമസിച്ച ഹോട്ടലിന്റെ തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു.
ആ പാർക്കിൽ ഇന്ന് വൈകുന്നേരം സംഗീത സന്ധ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ അവിടെ പോയി ചെലവഴിച്ചു. അപ്പൊ നോർത്ത് ഈസ്റ്റിലെ സംഗീത രൂപങ്ങളെല്ലാം പല വാദ്യോപകരണങ്ങളെല്ലാം വെച്ചിട്ട് അവര് പെർഫോം ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ ആ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഇപ്പൊ നിങ്ങളും കേട്ട് കാണുമല്ലോ, നിങ്ങൾക്ക് ഈ ഗാനം തീർന്നു പോയോ എന്ന് വിഷമം തോന്നിക്കാണും. പക്ഷെ സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ഒരു വീഡിയോ ക്ലിപ്പിംഗ് മാത്രം ഞാൻ ഇട്ടത്. ഇനി മറ്റൊരു ഇത് കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്ക്. മാം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല മാം. ഇപ്പൊ നമ്മൾ ആർക്കാണ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു സാറേ? ആർക്കോ ഒരാൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ. അവരുടെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും അല്ലേ മാമിന്റെ? അപ്പൊ ഇപ്പൊ നമ്മൾ കേട്ട ഒരു പാട്ടെന്ന് പറഞ്ഞാല് സ്കോട്ട്ലൻഡ് വിസിറ്റ് ചെയ്തപ്പോ അവിടെയൊക്കെ ആ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ സംഗീത ഉപകരണങ്ങളുമായി വഴിയിൽ ഇങ്ങനെ ആൾക്കാർ നിന്നിട്ട് അവരുടെ കലാപരമായ കഴിവ് അവര് പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ ഒരു തരം നമ്മുടെ രാജ്യത്ത് പൈസ ഇല്ലാത്തവര് പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്ന പോലെ പല കുട്ടികളും അവിടെ വിദ്യാഭ്യാസത്തിന് വരാറുണ്ട്. അപ്പൊ അവരൊരു ഇൻകം ഏൺ ചെയ്യുന്ന ഒരു രീതി, അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അവർ ഇൻകം ഏൺ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ അവരുടെ നടയിൽ കൂടെ നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു നിമിഷം സംഗീതം ഇഷ്ടമുള്ളവർ ഒന്ന് നിന്ന് നോക്കും, ഒന്ന് കേൾക്കും, നമ്മൾക്ക് എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ തോന്നും. അപ്പൊ രാവിലെ മുതൽ രാത്രി വരെ അവരിങ്ങനെ നിന്ന് വാദ്യോപകരണങ്ങൾ അറിയാവുന്നുള്ളത് വായിക്കുന്നു. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് തോന്നി. ഞാൻ അപ്പോഴതിങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തു വെച്ചു ഇത്. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായി അത് വേറൊരു രാജ്യത്തിന്റെ സംഗീതമാണ് അവിടുത്തെ. അപ്പൊ ഭാഷ എന്ന് വ്യത്യാസമില്ല, ദേശം ഏതെന്ന് വ്യത്യാസമില്ല, ഏത് ഗാനവും സംഗീതമാണെങ്കിൽ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലെറ്റ്സ് സിംഗ് എ സോങ്. ഇവിടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പാടാൻ അവസരം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു അല്പനേരം പാട്ട് പാടി ആസ്വദിക്കാം. അപ്പോ വെറുതെ പാടി പോവുകയല്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, മലയാള സാഹിത്യത്തിന് ഒരുപാട് ശാഖകളുണ്ട് അല്ലേ? ഗാനങ്ങളുണ്ട്, പിന്നെ നോവലുകളുണ്ട്, ചരിത്രങ്ങളുണ്ട് അല്ലേ, പുരാണങ്ങളുണ്ട്, ഇങ്ങനെ പല പല ശാഖകൾ ഉണ്ടെങ്കിലും ഞാൻ അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം, അതായത് ഗാനശാഖ, ചലച്ചിത്ര ഗാനശാഖ എടുത്തിട്ട് അതിലെ ഗാനങ്ങൾ നമ്മൾ വെറുതെ പാടി ആസ്വദിക്കാതെ നമ്മൾ അതിന്റെ ഉള്ളിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, മഹത്തായ ആശയങ്ങളാണ് നമ്മുടെ വയലാർ രാമവർമ്മ, ശ്രീകുമാരൻ തമ്പി സാറ്, പി ഭാസ്കരൻ മാഷ് തുടങ്ങിയ മഹാകവികൾ നമ്മൾക്ക് ഈ ഗാനങ്ങളിലൂടെ മഹത്തായ ആശയങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് അതിന്റെ ലിറ്ററേച്ചറിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മൾക്കത് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മൾ ഇന്നിപ്പം പല പല ട്രെയിനിങ്ങുകൾ പങ്കെടുക്കുന്നു, പോസിറ്റീവ് എനർജി നേടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തേണ്ടത്, ആത്മീയപരമായിട്ടും ശാരീരികമായിട്ടും എങ്ങനെ സന്തോഷമായിട്ട് നിൽക്കാം എന്നൊക്കെ ഉള്ള പല പല സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അവിടെയൊക്കെ കിട്ടുന്ന അതേ അറിവുകൾ തന്നെ നമ്മുടെ ഗാനങ്ങളിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയും കൂടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഗാനങ്ങൾ നമുക്ക് കൺവേ ചെയ്യുന്ന ആശയങ്ങൾ. അപ്പോൾ നമുക്ക് ആ ഗാനങ്ങളിലേക്കൊന്ന് പോകാം. അപ്പൊ ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ 7 പ്രധാനപ്പെട്ട മലയാള ഗാന രചയിതാക്കളുടെ ഗാനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഗാനങ്ങളിൽ കൂടി 9 സംഗീത സംവിധായകന്മാരാണ് ഇവരോടൊപ്പം ഇവിടെ ചേരുന്നത്. അപ്പം 7 ഗാന രചയിതാക്കളുടെയും 9 സംഗീത സംവിധായകരുടെയും ഗാനങ്ങളിൽ കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കടന്നു പോകുന്നത്. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഏതാണ് നമ്മൾ ചെയ്യുന്നത്? പ്രയർ. അതെ, പ്രയർ, ഈശ്വര പ്രാർത്ഥന. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയർ ചെയ്യുന്നത്? നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെ, അത് വളരെ നമുക്ക് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മൾക്ക് നിറവേറണം. അതിനിടയ്ക്ക് പ്രതിബന്ധങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് മാനസികമായി ശക്തി പകർന്നു തരുന്നത് ഈശ്വരനാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വരൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ചിന്ത നമ്മൾക്ക് വളരെയധികം ശക്തി നൽകും. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ കുറിച്ചുള്ള ഗാനങ്ങളിൽ കൂടിയാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു ഗാനം കാണിച്ചിട്ടുണ്ട്. ഇത് പി ഭാസ്കരൻ മാഷാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ സംഗീതം പാടിയത് എസ് ജാനകിയും മ്യൂസിക് കൊടുത്തിരിക്കുന്നത് പുകഴേന്തിയുമാണ്.
പി ഭാസ്കരൻ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കവികളുടെ പ്രത്യേകത ഇവരെല്ലാം ബഹുമുഖ പ്രതിഭകളായിരുന്നു. വെറുതെ ഒരു ഗാനരചയിതാവ് അങ്ങനെ അല്ല. ഇവർ ഓരോരുത്തർക്കും പല പല ഫീൽഡിൽ അവര് എക്സ്പേർട്സ് ആയിരുന്നു. ഇപ്പൊ പി ഭാസ്കരൻ മാഷിനെ കുറിച്ച് പറയുമ്പോൾ കവിയാണ്, ഗാനരചയിതാവായിരുന്നു, സംവിധായകനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, പല നാടകങ്ങളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങൾക്കും വളരെയേറെ പ്രശസ്തി കിട്ടിയിരുന്നു. നീലക്കുയിൽ എന്ന ചിത്രത്തിന് പ്രസിഡന്റിന്റെ രജത കമ്മൽ അവാർഡ് ലഭിച്ചിരുന്നു. പിന്നെ ഇരുട്ടിന്റെ ആത്മാവ്, കള്ളിച്ചെല്ലമ്മ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സിനിമകളാണ്. അപ്പൊ ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ ഈശ്വരനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ ഗാനമാണ് എടുത്തിരിക്കുന്നത്. ആരെയും എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഇവിടെ പാടാൻ ഇഷ്ടമുള്ള ഓരോരുത്തർക്ക് ഓരോ ചാൻസ് എടുക്കാം. നമ്മൾക്ക് അതിന്റെ ആശയത്തിൽ കൂടി കടന്നു പോകണമെന്നുള്ളത് കൊണ്ട് 4 വരി പാടിയാ മതി. അപ്പൊ ആദ്യം ആരെങ്കിലും ഒരാള് പേരൊന്ന് പറഞ്ഞിട്ട് പാടിയാ കൊള്ളാം. ആരാണ് പാടുന്നത്? ആദ്യത്തെ പാട്ട് മാഡം പാടിക്കോളൂ. അതിനുശേഷം ഓക്കെ ശരി, താങ്ക് യു. അങ്ങനെ ഒരു ചാൻസ് തന്നുകൊണ്ട് ഞാൻ പാടാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിൻ സുരമേ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കേൾക്കാമായിരുന്നോ? ഹലോ, താങ്ക് യു. അപ്പോ ഈ പ്രാർത്ഥനാ ഗാനത്തിൽ പറയുന്നത് ലോകത്തിന് മുഴുവൻ സുഖം പകരാനായിട്ട് സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിനുറവേ, എല്ലാവരുടെയും ദുഃഖങ്ങൾക്ക് നിവാരണം കൊടുക്കുന്ന ഒരു കനിവാണ് ഈശ്വരൻ. ആ ഈശ്വരനോട് പറയുകയാണ് മിഴി തുറക്കൂ. പിന്നെ നമ്മൾ ഒരിക്കലും പ്രാർത്ഥന ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമായിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളോടൊപ്പം ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും സുഖം കൊടുക്കണേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. സ്വാർത്ഥത അവിടെ കടന്നു വരാൻ പാടില്ല. അപ്പൊ ആ ഒരു സന്ദേശം ഇവിടെ പറയുന്നുണ്ട്. ലോകത്തിന് മുഴുവൻ സുഖം കൊടുക്കൂ, നമ്മളിലുള്ള സ്വാർത്ഥതയെ നമ്മൾ വെടിയണം. പിന്നെ പറയുന്നത് പരീക്ഷണത്തിൻ വാൾമുന ഏറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ, ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ, താങ്ങായി തണലായി ദിവ്യ ഔഷധിയായി താതാ നാഥ കരം പിടിക്കൂ. അതായത് നമ്മളെല്ലാരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പെട്ട് നമ്മൾ ഒരു യുദ്ധത്തിൽ തകർന്ന് വീഴുന്നത് പോലെ നമ്മൾ വീഴാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ വീഴുമ്പോൾ, നമ്മൾക്ക് ഓരോ പ്രശ്നം വരുമ്പോഴും ഓരോ ആപത്ത് വരുമ്പോഴും ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് താങ്ങായും തണലായും ഒരു ദിവ്യ ഔഷധിയായും എന്റെ കരം പിടിക്കണം. അപ്പൊ എന്നെ താങ്ങായി നിർത്തുന്നതോടൊപ്പം തന്നെ ലോകത്തിന് മുഴുവൻ സുഖം നൽകണം എന്നാണ്. അപ്പൊ ഈ ഗാനങ്ങൾ നമ്മൾ പാടുമ്പോൾ നല്ല മ്യൂസിക് കോമ്പോസിഷൻ ആണ്, നല്ല മനസ്സിന് നല്ല സന്തോഷം തരുന്ന മ്യൂസിക് ആണ് ഇതിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വെറുതെ അതിൽ കൂടി നമ്മളിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തു പോകാതെ ആ ഗാനത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോൾ മഹത്തായ ആശയങ്ങളാണ് ഈ കവികൾ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മൾ ഏത് ഇതിഹാസം നോക്കിയാലും നമ്മൾക്ക് മനസ്സിലാകുന്നത് ഒറ്റ കാര്യമാണ്. അതായത് എന്താണ്? തത്വമസി, അത് നീയാകുന്നു അല്ലെ? നമ്മളും ഈശ്വരനും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഈശ്വരനെ തേടി നമ്മൾ എങ്ങും പോകേണ്ട കാര്യമില്ല. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ ശ്രീകുമാരൻ തമ്പി സാറ് ആ ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ശ്രീകുമാരൻ തമ്പി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറ് നോവൽ രചയിതാവാണ്, ധാരാളം TV പരമ്പരകൾ ചെയ്തിട്ടുണ്ട്, സംഗീത സംവിധായകനാണ്, 3000-ൽ പരം ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിലുള്ളത്. പിന്നെ ഹൃദയ ഗീതങ്ങളുടെ കവി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. കാരണം ധാരാളം പ്രണയ ഗീതങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഏതെങ്കിലും ഒരു ഗാനം?
ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ അറിയാലോ എല്ലാവർക്കും, അറിയില്ലേ? പിന്നെ അതുപോലെ തന്നെ ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. അപ്പൊ അങ്ങനെ ഹൃദയ ഗീതങ്ങളുടെ കവിയായ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഈശ്വരനെ കുറിച്ചുള്ള ഒരു ഗാനമാണിത്. ഇത് വേറെ ആരെങ്കിലും പാടൂ? 4 വരി. കുമാർ സാർ റെഡിയാണോ? എന്നാ നോക്കാം. Yes. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. പോരെ? ഇനി വേണോ? അതുപോലെ സാർ ഈ കാണിച്ചിരിക്കുന്ന ലിറിക്സിലെ 4 വരി ഒന്ന് പാടാമോ? മണ്ണിലും മിണ്ണിലും. മണ്ണിലും വിണ്ണ് സാർ. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കാൽ കരളിലിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാർ വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. അപ്പോ ഇവിടെ നമുക്ക് കാണിച്ചു തരുവാണ് ഈശ്വരൻ എവിടെയുണ്ടെന്ന്. എവിടെയുണ്ടാണ് ഈശ്വരൻ? നമ്മൾ എങ്ങും തിരയേണ്ട, നമ്മുടെ ചുറ്റിലും ഉണ്ട് അല്ലേ? നമ്മുടെ എല്ലായിടത്തും ഉണ്ട്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഈശ്വരനുണ്ട്. നമ്മൾ ആദ്യത്തെ ഗാനത്തിൽ പറഞ്ഞതിന്റെ വേറൊരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈശ്വരൻ എവിടെയൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾക്ക് അറിവില്ലാത്തവർ തൻ ഹൃദയത്തിൽ അറിവായിട്ട് ഈശ്വരൻ വിളങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്. കാലുകളില്ലാതെ മുടന്തുന്ന മർത്യന് ദൈവം കാല് നൽകുന്നു. എങ്ങനെയാണ് കാല് നൽകുന്നത്? ഞാൻ മനസ്സിലാക്കിയ മീനിങ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പം പാട്ടിനെ കുറിച്ച് അറിയാവുന്ന ഒരുപാട് വ്യക്തികൾ ഇവിടെ ഉണ്ടാവും. ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഫ്രീ ടു ടോക്ക് വിത്ത് മീ. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയ കോൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ കാലുകളില്ലാത്ത വ്യക്തികൾ ലോകത്ത് ജീവിക്കുന്നില്ലേ? നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ജന്മന കുറച്ച് വൈകല്യം ഉണ്ടായി. പക്ഷെ അങ്ങനെയുള്ളവരെ ഈശ്വരൻ താങ്ങി നിർത്തുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ അവന് ജീവിത മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ട്രെയിനിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ണുകളില്ലാത്ത വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മനോഹരമായിട്ട് പാടും അല്ലെ? ഏതെങ്കിലും ഒരു സിദ്ധി ഈശ്വരൻ അവർക്ക് നൽകാറുണ്ട്. അപ്പൊ അവര് ഏതെങ്കിലും രീതിയിൽ അവര് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയായാലും ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്ന, അതായത് ഈശ്വരൻ തന്നെയാണ് നമുക്കെല്ലാം ജന്മം നൽകുന്നത്. ആ ഈശ്വരൻ നമ്മളെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ താങ്ങി നിർത്തുന്നു. അപ്പൊ ഇതൊരു നമുക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു ഗാനമാണ്. ഈശ്വരൻ നമ്മുടെ ചുറ്റിലുമുണ്ട്, നമ്മളെ താങ്ങി നിർത്തുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു ശക്തി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി അടുത്ത ഒരു ഗാനം എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ തന്നെയാണ്. MS വിശ്വനാഥൻ സാറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഇത് ഒരു വളരെ മനോഹരമായ ഗാനമാണ്. ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് മനുഷ്യന്റെ മനസ്സ് അപഗ്രഥിച്ചു കൊണ്ടുള്ള ഒരു ഗാനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം 4 വരി ആരെങ്കിലും പാടിയതിന് ശേഷം നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റിലേക്ക് പോകാം. ആരെങ്കിലും പാടിക്കോളൂ. പാടുന്നോ? ഹലോ മാം, ആരാണ് പാടുന്നത്? പാടുന്നുണ്ടോ? ആരെങ്കിലും പാടിക്കോളൂ സർ. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. കന്മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവർ കാത്തുനിന്നു, കരുണാമയനവൻ കാത്തുനിന്നു. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി, രാജകൊട്ടാരം. ആരാണ് പാടിയത്? പേര് പറയാമോ സർ? പേര് ഷാജി മാത്യു. ഓക്കെ, താങ്ക് യു സർ, നന്നായിട്ട് പാടി.
അപ്പൊ ഇതിനകത്ത് ഒരു കഥയാണ്. അതായത് ഈശ്വരനെ നമ്മൾ എല്ലാവരും ആരാധിക്കും. അമ്പലങ്ങളിൽ ഒരുക്കി നല്ല സ്വർണ്ണ വിഗ്രഹമായിട്ട് ചാർത്തൊക്കെ നടത്തി നല്ല വില കൂടിയ രത്നങ്ങളൊക്കെ ധരിപ്പിച്ചു നിർത്തും. അപ്പൊ ഒരു രാജകൊട്ടാരത്തിൽ ഒരു വിരുന്ന് നടത്തുകയാണ്. ക്ഷണിക്കപ്പെട്ട വളരെ വലിയ VIP-കളായ ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. അവർക്കെല്ലാം കാണാനായിട്ട് കൊട്ടാരം ആയതുകൊണ്ട് വളരെ മനോഹരമായ ഒരു ഈശ്വര വിഗ്രഹം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആടകൾ ചാർത്തിയ വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ അലങ്കാര ദീപങ്ങളെല്ലാം ഇങ്ങനെ ആർത്ത് ചിരിച്ചു നിൽക്കുകയാണ്. അന്തഃപുരം കോരിത്തരിച്ചു നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അലങ്കാരങ്ങളും ഭംഗിയും ഗസ്റ്റ് എല്ലാം വന്നു. വളരെയധികം വിഭവങ്ങൾ ഉണ്ടാക്കി എല്ലാം വിളമ്പി വെച്ചിരിക്കുന്നു. അപ്പം വിലാസ നൃത്തം തുടങ്ങി. രാജകൊട്ടാരമാകുമ്പോൾ നല്ല സുന്ദരിമാരായ നർത്തകിമാരുടെ നൃത്തം ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതെല്ലാം കൊണ്ട് അവിടെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായി. അപ്പോഴേക്കും ഈശ്വരൻ അവിടെ കടന്നു വരികയാണ്. ഈശ്വരൻ ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തിനായിട്ട് ഈശ്വരൻ വന്നു? ഒരു സാധാരണ മനുഷ്യനായിട്ട് ഭിക്ഷാടനം യാചിച്ചുകൊണ്ട് ഈശ്വരൻ അവിടെ കടന്നു വന്നു. ഒരു പിടി ചോറിനായി യാചിച്ചു ദൈവം. ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുകയാണ്. അപ്പോഴേക്കും ചിരികൾ ഉയർന്നു സദസ്സിൽ. ചിരികളാണ് ഉയരുന്നത്. ഒരു യാചകൻ ഇവിടെ ക്ഷണിക്കപ്പെടാതെ കടന്നു വന്ന് ചോദിക്കുന്നത് കണ്ടില്ലേ? ഒരു പരിഹാസം, പുച്ഛം. എന്നിട്ട് ആൾക്കാർ ചിരിക്കുകയാണ്. ഭക്ഷണം ചോദിക്കുമ്പോൾ ചിരിക്കുകയാണ്. ഒരു കാവൽക്കാരൻ വാൾ ഓങ്ങി നിന്നു. അപ്പോഴേക്കും ഭഗവാൻ ചിരിച്ചു പിൻവാങ്ങി എന്നാണ് ഈ കവിത അവസാനിക്കുന്നത്. അപ്പൊ ഒരുപാട് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പം ഈശ്വരൻ മനസ്സിലാക്കുന്നുണ്ട്, ഈശ്വരനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ഈശ്വരൻ വന്നിരുന്നുവെങ്കിൽ എല്ലാവരും ചാടി എണീറ്റ് കാൽക്കൽ വീണ് സന്തോഷം പ്രകടിപ്പിച്ചേനെ. പക്ഷെ ഈശ്വരൻ മറ്റൊരു രൂപത്തിൽ വന്നപ്പോൾ, ഒരു സാധാരണ മനുഷ്യനായി വന്നപ്പോൾ, ഒരു നേരത്തെ ഭക്ഷണം അവിടെ ഇഷ്ടംപോലെ ഭക്ഷണം നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഭക്ഷണം പോലും കൊടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കാവൽക്കാരൻ വാളോങ്ങി പൊക്കോ പൊക്കോ എന്ന് പറയുകയാണ്. അപ്പൊ വീടുകളിൽ പോലും ഇങ്ങനത്തെ സംഭവങ്ങൾ വരാറുണ്ട്. ഭിക്ഷക്കാരൻ വരുമ്പോ ദൂരെ പോ ഇവിടെ ഒന്നുമില്ല. കളയാനുള്ള ഒരു പാഴ്വസ്തു നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോ കൊടുക്കാനുള്ള മനസ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടായില്ല എന്ന് വരും. അപ്പോ നമ്മൾക്ക് നല്ല പോലെ മനസ്സിലാക്കി തരികയാണ്, ഈശ്വരൻ ഏത് രൂപത്തിലും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ അവരുടെ മനസ്സറിഞ്ഞ് നമ്മുടെ ഉള്ളത് കൊടുക്കുക. അപ്പോഴാണ് ഈശ്വരന്റെ പ്രസൻസ് നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാതെ ഈശ്വരൻ അവിടുന്ന് പോയി. ചിലപ്പോ ഈ രാജകൊട്ടാരത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഭഗവാൻ പിൻവാങ്ങി എന്ന് നമുക്ക്. അപ്പൊ നമ്മുടെ പ്രവൃത്തികളാണ് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മളെ അതിന് ചിന്തിപ്പിക്കുന്നത്. ഇനി ഒരു ഗാനം കൂടി. ഈശ്വരൻ എന്ന് പറഞ്ഞ മഹത്തായ ഒരു സങ്കല്പമാണ്. നമ്മൾക്ക് എല്ലാവർക്കും വളരെ ശക്തി തരുന്ന ഒരു സങ്കല്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈശ്വരന്റെ ഒരു 4 ഗാനം എടുത്തിരുന്നു. ഇനി ഈ ഗാനം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗാനമാണ്. ഫാദർ ആബേൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാരും അറിയാമോ? ആരായിരുന്നു? ഫാദർ ആബേലാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. കലാഭവൻ അതെ, കലാഭവൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഒരുപാട് കലാകാരന്മാരെ നമ്മൾക്ക് കേരളത്തിൽ സമ്മാനിച്ച ഒരു സംഘടനയാണ് കലാഭവൻ. അപ്പോ ആ സംഘടനയുടെ ഫൗണ്ടറാണ് അദ്ദേഹം. ഒരു പുരോഹിതനാണ്, ജേർണലിസ്റ്റ് ആണ്, കവിയാണ്. ഡിവോഷണൽ സോങ്സ് ആണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം എഴുതിയ ഈ ഗാനം എനിക്ക് വളരെ ഇഷ്ടമാണ്. ആരാണ് പാടുന്നത്? ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. താങ്ക് യു. ആരാണ് പാടിയത്? പേര് പറയാമോ? ഞാൻ ഷാജിമാത്തി തന്നെയാ മാഡം. ഓക്കെ ശരി താങ്ക് യു സർ. അപ്പൊ നമ്മളിപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടെന്ന്. അതിന്റെ മറ്റൊരു രൂപമാണ് ഈ ഗാനം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങും അന്വേഷിച്ച് നടക്കേണ്ടതില്ല. ഒരാള് നടന്ന കാര്യമാണ് ഈ പറയുന്നത്. കടലുകൾ കടന്നു തിരഞ്ഞു, അവിടെയും ഇല്ല ഇവിടെയും ഇല്ല. അടുത്ത സ്റ്റാൻസിൽ എന്താ പറയുന്നത്? എവിടെയാണ് ഈശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി, മണ്ണിൽ മുഴുവൻ നോക്കി. ഈശ്വരന്റെ ഒരു പ്രത്യേകതയുള്ള കാൽപ്പാട് കാണുന്നുണ്ടോ? ഇല്ല. ഇനി വിണ്ണിൽ നോക്കി. നമ്മുടെയൊക്കെ മനസ്സിലൊരു സങ്കല്പമുണ്ടല്ലോ, വിണ്ണിൽ ഒരു വലിയ കൊട്ടാരമുണ്ട്, ആ കൊട്ടാരത്തിനകത്താണ് രാജാവ് പോലെയാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന്. അപ്പൊ അവിടുത്തെ സുന്ദര ആലയം എവിടെയാണ്? അവിടെ ഞാൻ നോക്കി, അവിടെയും കണ്ടില്ല. അപ്പൊ ഇങ്ങനെ പോകുന്ന മനുഷ്യനോട് പ്രകൃതി പറയുകയാണ് അടുത്ത സ്റ്റാൻസില്, കണ്ടില്ല എന്ന് പറഞ്ഞ് കാനന ചോല പതഞ്ഞു പോകുകയാണ്.
കാണില്ല കാണില്ല എന്ന് ഓതി കിളികൾ പറന്നു പോകുകയാണ്. അപ്പം അവർക്കെല്ലാം അറിയാം, നീ മണ്ണിലും വിണ്ണിലും ഒന്നും നീ ഈശ്വരനെ നോക്കിയിട്ട് കാര്യമില്ല, അവിടെ ഒന്നും നിനക്ക് ഈശ്വരനെ കണ്ടെത്താൻ പറ്റില്ല. അപ്പം ലാസ്റ്റ് സ്റ്റാൻസയാണ് ഇതിൽ ഏറ്റവും മനോഹരം. അത് ഞാൻ പാടാം. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഹൃദയത്തിനുള്ളിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഈശ്വരൻ എന്റെ ഹൃദയത്തിലുണ്ട്. ഈശ്വരന്റെ രൂപം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അത് സ്നേഹമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹമാണ് ഈശ്വരൻ. ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് എന്താ കാണുന്നത്? നമ്മൾ ഈശ്വരനെ കണ്ടെത്തുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 4 വ്യത്യസ്ത രീതിയിലുള്ള ഗാനങ്ങൾ നമ്മൾ ഇവിടെ കടന്നുപോയി. ഓരോ കവിയും വളരെ സർഗാത്മകമായി തന്നെയാണ് നമ്മൾക്ക് ഈശ്വരനെ വിവിധ രൂപത്തിൽ നമ്മൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് വെറൈറ്റി ഗാനങ്ങളുണ്ട്, ലക്ഷക്കണക്കിനോ 10,000-കണക്കിനോ ഗാനങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു സെലക്ഷൻ എടുക്കാൻ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം, നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ രാത്രി വരെയുള്ള ഒരു 1 ഡേ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തത്. അപ്പൊ നമ്മുടെ രാവിലെ എണീറ്റു, നമ്മളെ പ്രാർത്ഥന, ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? പ്രാർത്ഥന ചെയ്യും അല്ലേ? ആ പ്രാർത്ഥനയിലുള്ള 4 ഗാനങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മള് സോറി, ഒരു ഗാനം കൂടെ ഉണ്ട്. ടൈം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതിലും കൂടെ നോക്കാനായിട്ട്. ഉണ്ടോ സാറ്? അപ്പൊ അടുത്തത് ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആരെങ്കിലും ഒന്ന് പാടാമോ? 4 വരി പേര് പറഞ്ഞിട്ടൊന്ന് പാടണേ. ആരാ പാടുന്നത്? ഞാൻ പാടാം. പാടിക്കോ മാം. ഓ പാടിക്കോളൂ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. താങ്ക് യു മാം, നന്നായിട്ട് പാടി മാം. അപ്പൊ ഇത് ഒരു സത്യം പറഞ്ഞ വയലാറിന്റെ ഗാനമാണ്. അപ്പം വയലാർ രാമവർമ്മ നമ്മളൊന്നും പറഞ്ഞില്ല, വിപ്ലവ കവിയാണ്, ജനകീയ വിപ്ലവ കവിയാണ് അദ്ദേഹം. വളരെ തീപ്പൊരിയായിട്ടുള്ള പ്രസംഗങ്ങളും ബലികുടീരങ്ങളെ എന്നുള്ള മനോഹരമായ ഗാനവും പഴയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മഹാനായ ഒരു വ്യക്തിയാണ്. പുരോഗമന സാഹിത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഉടമയായിരുന്നു. അപ്പം അദ്ദേഹം വളരെ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്, അന്നത്തെ കാലത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അതായത് എന്ത് ചെയ്യുന്നു? നമ്മളാണ് മതങ്ങളെ സൃഷ്ടിച്ചത് അല്ലെ? ഭൂമിയിൽ മനുഷ്യനായിട്ട് നമ്മൾ ജനിക്കുന്നത്, പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ ഇടയിൽ മതങ്ങൾ ഉണ്ടാക്കുന്നു. ഓരോ മതങ്ങളും ദൈവങ്ങളെ ഉണ്ടാക്കുന്നു. ദൈവങ്ങളെ ഉണ്ടാക്കുന്നത് ഒരിക്കലും തെറ്റല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ, പ്രാർത്ഥിക്കാൻ നമ്മൾക്കൊരു രൂപം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? നമ്മൾ മണ്ണും മനസ്സും പങ്കുവെച്ചു പോവുകയാണ്. കാരണം നമ്മൾ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ മനുഷ്യനാണ്, അല്ലെങ്കിൽ എൻ്റെ പരിചയക്കാരൻ ഒരു വ്യക്തിയാണെന്നതിലുപരി അയാൾ ഒരു ക്രിസ്ത്യനാണ്, അല്ലെങ്കിൽ അയാൾ ഒരു മുസൽമാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ജാതിപരമായിട്ട് വേർതിരിക്കുന്ന ഒരു ടെൻഡൻസി പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാണ് ഞാൻ ഇത് കാണുന്നത്. രാഷ്ട്രീയക്കാരാണ് പൊളിറ്റിക്കലി ഇങ്ങനെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കുന്നത്. അവർക്ക് വോട്ട് ബാങ്കാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ പല നേട്ടങ്ങൾ കണ്ണുവെച്ചിട്ട് ആൾക്കാർ യഥാർത്ഥത്തിൽ നല്ല സ്നേഹത്തിൽ കഴിയുന്ന അയൽവക്കക്കാരായിരിക്കും, പക്ഷെ ഈ രാഷ്ട്രീയക്കാരാണ് അവരെ കടന്നു വന്ന് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പം ഇതിലെ അടുത്ത ഭാഗങ്ങളിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമുക്ക് നമ്മളെ തന്നെ കണ്ടാൽ അറിയാതെയായി. പിന്നെ അങ്ങനെ വന്നപ്പോ ലോകം എന്തായി? ഒരു ഭ്രാന്താലയമായി മാറി. ആ മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു ആയുധപുര പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം തെരുവിൽ മരിച്ചു. നമ്മുടെ മനസ്സിൽ ഒരു സുന്ദരമായ സങ്കല്പമാണ്, പക്ഷെ ആ സ്ഥാനത്തല്ല ദൈവം നിൽക്കുന്നത്. നമ്മൾ തന്നെ തെരുവിൽ കൊണ്ടിട്ട് ദൈവത്തെ നശിപ്പിച്ച്, അപ്പം എന്ത് സംഭവിക്കുന്നു? ഇവിടെ ചെകുത്താന്മാരാണ് വാഴുന്നത് അല്ലെ? ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം അവസാനം ചോദിക്കുകയാണ്, 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള ഒരു അവതാരങ്ങൾ എവിടെ?
മനുഷ്യൻ ഇതാ തെരുവിൽ മരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിനോട് പറയാണ്. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലുണ്ട്, അനർത്ഥം ഉണ്ടാകുമ്പോൾ ലോകത്ത് എന്ത് സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. അവതാരങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ദശാവതാരങ്ങളുടെ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. അപ്പൊ ലോകത്ത് വീണ്ടും സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കാൻ ഒരു അവതാരം അപ്പോഴും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള അവതാരങ്ങൾ എവിടെ, ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് വയലാർ രാമവർമ്മ കേൺ ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈശ്വരന്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. നമ്മൾ അടുത്തത് കടക്കുന്നത് പുലരിയിലേക്കാണ്. രാവിലെ നമ്മൾ ഒരു വെളുപ്പാങ്കാലത്ത് 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിഞ്ഞാൽ അടുത്തെന്ത് സംഭവിക്കും? അപ്പോഴേക്കും സൂര്യൻ ഉദിച്ച് പുലരി കടന്നു വരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ആദ്യം കടന്നു വരുന്നത് പുലരിയാണ്. അപ്പൊ പുലരിയുടെ മനോഹാരിതയാണ് ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ചു വരുമ്പോൾ നമ്മൾ പ്രകൃതിയിലെ മനോഹര ദൃശ്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ വരുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളം വളരെ സുന്ദരമാണ്, അല്ലെ? പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്നാണ് വയലാർ പാടിയിരിക്കുന്നത്. അപ്പം മലകളുണ്ട്, പുഴകളുണ്ട്, പൂവനങ്ങളുണ്ട്, കാടുകളുണ്ട്, മേടുകളുണ്ട്, മാനുകളുണ്ട്, അല്ലെ? വളരെ വളരെ മനോഹരമായ മൃഗങ്ങളുണ്ട് ഇവിടെ. അപ്പം ഒരു കേർട്ടൻ റേസർ പോലെ ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ ആ സ്റ്റേജ് സെറ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്, അവിടുത്തെ എല്ലാ കാഴ്ചകളെല്ലാം. അപ്പൊ നമ്മളിങ്ങനെ കേർട്ടൻ ഇങ്ങനെ റേസ് ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ഭംഗിയുള്ള ദൃശ്യങ്ങൾ കണ്ടു വരുന്നത് പോലെ പുലരി വന്നപ്പോൾ നമ്മൾ ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടു. അപ്പൊ ഇനി പുലരിയെ കുറിച്ച് ഓരോരുത്തർ എഴുതിയ 2-3 ഗാനങ്ങളിലേക്ക് പോകാം. വയലാർ രാമവർമ്മ ഭൂമിയെ മൊത്തമായിട്ട്, ഭൂമിയിലുള്ള കേരളത്തിലെ സൗന്ദര്യ ദൃശ്യങ്ങളെ കുറിച്ച് എഴുതിയ മനോഹരമായ ഗാനമാണ്. ആരെങ്കിലും ഒരാള് 4 വരി പാടിക്കോളൂ. 4 വരിയേ ഉള്ളൂ, ആരെങ്കിലും പാടിക്കോളൂ. പുതിയ ചാൻസ് എടുക്കാം. ഓരോരുത്തർക്ക് നല്ലൊരു അവസരമാണ്. പാടിക്കോളൂ. നസീന. ആരാ പാടുന്ന? നസീന പാടിക്കോളൂ. മേഡം തന്നെ പാടൂ. പാടൂ. പാടിക്കോളൂ. മേഡം പാടൂ. ഇത് പാടാറിയില്ല. മേഡം പാടൂ. അപ്പൊ ആരും ഇല്ലെങ്കിൽ ഞാൻ പാടാം. പുഴകൾ, മലകൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണൽപ്പുറങ്ങൾ, പുഴകൾ, മലകൾ. സ്നേഹലതയാണോ പാടിയത്? അതെ. ശരി, താങ്ക് യു മാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്തെല്ലാം ഉണ്ട്? സ്ത്രീധനമാണ് ഭൂമിക്ക് കിട്ടിയിരിക്കുന്നത്. പുഴകളും മലകളും പൂവനങ്ങളും, സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. അപ്പൊ ഇവിടെയും വയലാർ ഒരു വിപ്ലവ കവിയാണെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. വിപ്ലവ കവിയാണെങ്കിൽ പോലും അവരുടെയൊക്കെ ഉള്ളിൽ ഈശ്വരനുണ്ട്, ആർദ്ര വികാരങ്ങളുണ്ട്. വയലാറിന്റെ മറ്റ് ഗാനങ്ങളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പറയുന്നു, ഇവിടമാണ് ഇതിഹാസ രൂപിയായ ഈശ്വരൻ ഇറങ്ങിയ തീരം. ഇവിടെ ഈശ്വരനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ ഈശ്വരന് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഈശ്വരന്റെ കാല് പതിഞ്ഞ, അനുഗ്രഹം പതിഞ്ഞ ഒരു ഭൂമിയാണ് നമ്മുടെ നാട്. ഇവിടെയാണ് ആദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. ഇതൊരു സുന്ദരമായ തീരമാണ്. അപ്പോൾ ഈ തീരത്ത് ഈശ്വരന്റെ കാൽപ്പാടുണ്ട്, മനുഷ്യന്റെ അഭിലാഷങ്ങളുണ്ട്. ഇവിടെ കതിരിടും ഇവിടമാണ് അദ്വൈത ചിന്തതൻ കാലടി പതിഞ്ഞൊരു തീരം. അദ്വൈത ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ഞാനും ഈശ്വരനും രണ്ടാണ് എന്നുള്ളതല്ല, ഞാനും ഈശ്വരനും ഒന്നാണ്. അപ്പൊ നമ്മൾ തമ്മിൽ യാതൊരു വേർതിരിവും ഇല്ല എന്നുള്ളതാണ് അദ്വൈതം പറയുന്നത്. നമുക്കറിയാം ശങ്കരാചാര്യരൊക്കെ അദ്വൈത സിദ്ധാന്തത്തിന്റെ നേതാക്കന്മാരാണ്, അല്ലെ? വലിയ ആശയം പറഞ്ഞ മഹത് വ്യക്തികളുടെ നാടാണ് നമ്മുടെ നാട്. അപ്പം ഗാനങ്ങളിൽ കൂടി അറിവും കൂടി പകർന്നു തന്നുകൊണ്ടാണ് ഈ കവികൾ നമ്മൾക്ക് ഈ ഗാനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ വെറും ചലച്ചിത്ര ഗാനമായിട്ട് മാത്രമല്ല, മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പല അറിവ് പകർന്നു തരുന്ന ഗാനങ്ങളാണ് നമുക്ക് ഭാഗ്യം കൊണ്ട് മലയാളികൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി പുലരിയുടെ സൗന്ദര്യം എവിടെയെല്ലാം കാണാം? അതിന് മനോഹരമായ
കാവാലം നാരായണ പണിക്കർ. നമ്മൾ ഇതുവരെ പറയാത്ത അടുത്ത ആള് കടന്നു വന്നിട്ടുണ്ട്. കാവാലം നാരായണ പണിക്കറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു. നാടകാചാര്യൻ ആണ് അല്ലെ? നാടകാചാര്യനായിട്ടാണ് അദ്ദേഹം കൂടുതലും അറിഞ്ഞിരുന്നത്. നാടക നടനാണ്. സോപാനം എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഗ്രൂപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ തിയേറ്റർ ഗ്രൂപ്പ് ലോകമെമ്പാടും നടന്ന് പ്രശസ്തമായിട്ട് നാടകങ്ങൾ നടത്തിയിരുന്നു. പിന്നെ സംഗീത നാടക അക്കാദമി ചെയർമാനായും മറ്റും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ് രതി നിർവേദം, വാടകയ്ക്കൊരു ഹൃദയം, തമ്പുരാട്ടി, കുമ്മാട്ടി, ഇതൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ പുലരിയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് പറയുന്ന ഒരു നല്ല കവിതയാണ്. അടുത്തത് ആരാ പാടുന്നത്? പാടൂ, അന്വേഷണം പാടൂ. ആരെങ്കിലും പാടൂ. പാടാമോ സാറേ? ആ ആ പാടൂ. പാടിക്കോ പാടിക്കോ. പുലരിപ്പൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാനരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു. താങ്ക് യു മാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം, വെളുപ്പാൻ കാലത്തുള്ള പ്രഭാതത്തില് തലേ ദിവസം രാത്രി പെയ്ത മഴയുടേതയോ അല്ലെങ്കിൽ മഞ്ഞ് വീണിട്ടോ ഈ ഇലത്തുമ്പിലെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീർത്തുള്ളി ഉണ്ടാകും അല്ലെ? വെളുപ്പിന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. കുറച്ചു കഴിയുമ്പോ എന്ത് സംഭവിക്കും? സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്ന് വെയിലിന് കനം വെക്കുമ്പോൾ ഈ തുള്ളികളെല്ലാം വറ്റിപ്പോകും അല്ലെ? നമ്മൾ അപ്രത്യക്ഷമാകുന്നു. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ കവിതയിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭയങ്കര നല്ല മനോഹരമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പുലരിയിലെ തൂമഞ്ഞു തുള്ളിയില് പ്രപഞ്ചം പുഞ്ചിരിയിട്ടു. പ്രപഞ്ചം അവരെ നോക്കി പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചപ്പോ എന്തു പറ്റി? അപ്പോഴേക്കും വെയിലിന് കനം വെച്ചു. വെയിലിന് കനം വെച്ചപ്പോ ആ മഞ്ഞു തുള്ളി അങ്ങ് പൊട്ടിപ്പോയി. അപ്പൊ ആ പ്രപഞ്ചത്തില് പുഞ്ചിരി വീണപ്പോ അതിന്റെ ഭാരം താങ്ങാൻ അരുതാതെ ഈ നീർമണി വീണ് ഉടഞ്ഞു പോയി, കാണാതാകുന്നു. പെട്ടെന്ന് സൂര്യൻ ഉദിച്ചു കഴിയുമ്പോ ഈ നീർമണിയൊക്കെ കാണാതാകുന്നു. അതിന് ഇങ്ങനൊരു നല്ല ഒരു മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ദിനം കടന്നു പോകുന്നുണ്ട് ഈ കവിതയിലൂടെ. അതായത് അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നീർമണി വീണുടയുമ്പോഴേക്കും കുറച്ചുകൂടി പ്രഭാതം മുന്നോട്ട് പോയി കഴിഞ്ഞു. പിന്നെ മണ്ണിന്റെ ഈറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി. അപ്പൊ ഈറൻ മനസ്സെല്ലാം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ വെയില് കൂടി വന്നു. എന്നിട്ട് അഴകോലും വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു. സന്ധ്യസമയമായി തുടങ്ങുമ്പോൾ നമ്മൾ രാവിലെ കണ്ട ഈ മനോഹര ദൃശ്യങ്ങൾ ഇങ്ങനെ കാണാതായി വരുന്നു അല്ലെ? പെട്ടെന്ന് സന്ധ്യ ആകുമ്പോൾ മലകളൊക്കെ ഒരു മൂടൽ പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പം പകല് കത്തി തീർന്നു, ചൂടത്ത് കത്തി തീർന്നു. അപ്പോഴേക്കും നമ്മൾ പറയുവാണ്, ദുഃഖ സ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു, വീണ്ടും പുലരി പിറക്കുന്നു. അതായത് ഒരു ദിനം കഴിഞ്ഞു, ഒരു ദിനം കത്തി തീർന്നു. അപ്പൊ എന്തൊന്നോ ഒരു സാധനം നമ്മുടെ ജീവിതത്തിൽ പോയി കഴിയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു ദുഃഖമാണ് ഉണ്ടാകുന്നത് അല്ലെ? ഒരു ദിനം കൂടി പോയി കഴിഞ്ഞു. ആ ഒരു ദുഃഖം സ്മൃതി അവിടെ വരുവാണ്. പക്ഷേ നമുക്ക് എന്ത് അറിയാൻ പറ്റും? വീണ്ടും പുലരി പിറക്കും. അപ്പൊ ഇതൊരു കോൺസെപ്റ്റ് ആണ്, ഒരു സയന്റിഫിക് ഫാക്റ്റ് ആണ്. ഇന്ന് നേരം വെളുക്കും, ഇന്ന് സൂര്യൻ ഉദിക്കും, രാത്രി ചന്ദ്രൻ വരും, വീണ്ടും നാളെ ഇങ്ങനെ ഒരു ചക്രം പോലെ ജീവിതം ഇങ്ങനെ കടന്നു പൊക്കോണ്ടേയിരിക്കും. അങ്ങനെ വലിയ വലിയ മഹത്തായ കാര്യങ്ങളാണ് ഈ ഗാനത്തിൽ കൂടി കാവാലം നാരായണ പണിക്കർ സാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി പ്രകൃതിയെക്കുറിച്ച്, ഭംഗിയെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഗാനമാണ്. ആരാണ് പാടുന്നത്? വയലാർ രാമവർമ്മയുടെ വളരെ പ്രശസ്തമായ ഗാനമാണ് ചന്ദ്രകളഭം. ആരാ പാടിക്കോളൂ? ആരെങ്കിലും? ഞാൻ പാടാം. ഓക്കെ, പാടിക്കോളൂ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഒരു ജോലി ഓഫർ. താങ്ക് യു മാം. ഉഷ മാഡം അല്ലേ പാടിയത് ഇപ്പോ? അതെ മേഡം, അതെ. അപ്പോ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി. നമ്മൾക്ക് ആർക്കും ഒരിക്കലും ഈ ഭൂമി വിട്ടു പോകാൻ ആഗ്രഹമില്ല അല്ലെ?
നമ്മൾ അഥവാ ജീവിതത്തിൽ വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട് പോലും ഇന്ന് കാലൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്ന് പോകാമോ, നിന്റെ കാലം കഴിഞ്ഞു, പോകാമോ എന്ന് ചോദിച്ചാൽ ഒരു ദിനം കൂടി തരാമോ എന്ന് കാല് പിടിച്ച് അപേക്ഷിക്കും അല്ലേ? കഷ്ടപ്പാടാണ്, വിശപ്പാണ്, ദാരിദ്ര്യമാണ്, എന്ത് കഷ്ടപ്പാടായാലും നമ്മൾക്ക് ഈ ഭൂമി വിട്ടു പോകാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിച്ച് മതിയാകുന്നില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് വയലാർ കേണ് ചോദിക്കുകയാണ്, എനിക്ക് ഇനി ഒരു ജന്മം കൂടി തരുമോ? എനിക്ക് പോകാൻ സമയമായെങ്കിൽ ശരി, എനിക്ക് വീണ്ടും ഒരു ജന്മം തരുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകൾ ഉണ്ടോന്ന്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ എന്തൊക്കെ ഉള്ളത്? മാനസ സരസുകൾ, അതായത് നമ്മുടെ മനസ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്വപ്നങ്ങൾ, പുഷ്പങ്ങൾ, സ്വർണ്ണ മരാണങ്ങൾ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. മനുഷ്യനെ ഭ്രമിപ്പിക്കുന്ന ധാരാളം മനോഹര വസ്തുക്കൾ ഈ ഭൂമിയിലുണ്ട്. മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ഒരു ചോദ്യചിഹ്നത്തിലാണ് കവി ഈ പാട്ട് അവസാനിപ്പിക്കുന്നത്. അതായത് ഇവിടത്തെ വർണ്ണ ദൃശ്യങ്ങൾ കണ്ട് ഇവിടത്തെ ജീവിതം ആസ്വദിച്ച് ധാരാളം ജീവിച്ച ഒരു വ്യക്തിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി എന്റെ ജീവിതം ഞാൻ എല്ലാം ആസ്വദിച്ചു കഴിഞ്ഞു, ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പോയ ആരെങ്കിലും ഉണ്ടോ എന്ന് കവി അന്വേഷിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് കവിയുടെ വിശ്വാസം. അടുത്തത്, അപ്പൊ നമ്മൾ ഒരു ദിനത്തില് പുലരി കടന്നു, ഒരു ദിവസം ഇങ്ങനെ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല അവസ്ഥകളിൽ കൂടി കടന്നു പോകും. നമ്മൾ രാവിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഭക്ഷണം ഉണ്ടാക്കുക, കുട്ടികളെ സ്കൂളിൽ അയക്കുക, ഇങ്ങനെ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും മരുന്നെടുത്ത് കൊടുക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മള് സ്നേഹം, നമ്മുടെ പ്രധാനമായിട്ട് നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. അത് സ്നേഹം എന്ന വികാരമാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു, അവിടെ നമ്മൾ കർമ്മനിരതരാകുന്നു, നമ്മളുടെ ജോലി നമ്മൾ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുന്നു. അപ്പൊ അവിടെയും നമ്മൾക്ക് സുഹൃത്തുക്കളുണ്ട്, അവരോടും നമ്മൾ വളരെ സ്നേഹബന്ധത്തിൽ നിന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, നിരാശയുണ്ടാകാം, ദുഃഖകരമായ അനുഭവങ്ങൾ ഒരു ദിവസത്തിൽ ഉണ്ടാകാം. പക്ഷെ ഇതിലൊക്കെ ഉപരി നമുക്ക് മനസ്സിന് പോസിറ്റീവ് എനർജി തരുന്ന ഏറ്റവും ഉദാത്തമായ ഒരു വികാരമാണ് സ്നേഹം, അല്ലെങ്കിൽ പ്രണയം എന്ന് പറയാം. അപ്പൊ ഞാൻ അതുകൊണ്ട് പ്രണയത്തെക്കുറിച്ചുള്ള 2-3 ഗാനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പൊ പ്രണയം വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്ന് പറയുന്നത് കൈതപ്രം സാറിന്റെ പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. കൈതപ്രം സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കവിയാണ്, മ്യൂസിക് ഡയറക്ടറാണ്, അഭിനേതാവാണ്, ഗായകനാണ്. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ പാടി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ റൈറ്റർ ആണ്, കർണാറ്റിക് മ്യൂസിക് പെർഫോമർ ആണ് അല്ലെ? ഒരുപാട് ഇതിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, ഇതല്ലേ ഭാനുപ്രിയ തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. മഴയത്തിങ്ങനെ മഴ വെള്ളത്തിൽ ആസ്വദിച്ച് നിന്ന് നൃത്തം ചെയ്യുന്ന ഒരു രംഗമാണ്. പക്ഷെ പാട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഓരോ വ്യക്തിക്ക് മഴ അവരുടെ വിവിധ അവസ്ഥകളിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നാണ് ഈ ഗാനം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ആദ്യം ഈ പാട്ട് പാടിയതിനു ശേഷം അതിന്റെ മീനിങ്ങിലേക്ക് പോകാം. ആരാ പാടുന്നത്? മാം തന്നെ പാടിക്കോളൂ. പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗമീ മഴ. ആരാ പാടിയത്? ബസീല. പാടാനൊന്നും അറിയത്തില്ല, വെറുതെ പാട്ടിന് ഇഷ്ടപ്പെട്ട് പാടിയതാ. നന്നായിട്ട്, നല്ല പാട്ടാണ്, നന്നായിട്ട് പാടി മാം. അപ്പം പ്രണയമണി തൂവൽ പൊഴിയും, പ്രണയത്തിലുള്ള ഒരാൾക്കാണെങ്കിൽ പവിഴമഴയാണ്. നമ്മൾ പ്രണയം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ കാണുന്നത് പവിഴമഴയാണ്. അപ്പൊ വരുന്നത് തോരാത്ത മോഹമാണ് നമ്മുടെ ഉള്ളില്. പ്രത്യേകിച്ച് ആദ്യാനുരാഗമാണെങ്കിൽ അതിന്റെ ഒരു ഫീല് കിട്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു പവിഴമഴയാണ് മഴയായിട്ട് തോന്നുന്നത്. അപ്പൊ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അരികിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വരുന്നത് പനിനീര് പെയ്യുന്ന പോലത്തുള്ള ഒരു ഫീലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾക്കൊരു വിരഹമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അപ്പൊ എന്ത് പറ്റുന്നു? ഉള്ളിൽ ഭയങ്കര വിഷമം, സങ്കടം. അപ്പൊ കണ്ണുനീർ മഴയാണ് അത്. മഴ ഉടനെ കണ്ണുനീർ മഴയാകുന്നു.
അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സങ്കല്പിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അവര് എന്ത് മിണ്ടിയാലും, അവര് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാലും ശരി, നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവര് പറയുന്നത് എന്താണ്, തെളിനീർ പോലുള്ള മഴയായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിലൊന്നും നമ്മൾ ദോഷം കണ്ടെത്തുന്നില്ല. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ചുംബനം, അതൊരു അമ്മ കുഞ്ഞിന് നൽകുന്നതായാലും ശരി, ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിലായാലും ശരി, ഒരു ചുംബനം കിട്ടുമ്പോൾ അതൊരു പൂന്തേൻ കിട്ടിയ പോലത്തെ, ഒരു പൂന്തേൻ മഴ പെയ്ത പോലെയാണ് തോന്നുന്നത്. അതുപോലെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളിന്റെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ഒരു സാന്ത്വനം, ആ ഒരു സ്പർശം നമ്മൾക്ക് തരുന്നത് ഇളനീർ പെയ്ത പോലത്തെ ഒരു മഴയാണ്. ഇതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഇനി വിരഹമാണ്. നമ്മൾക്ക് ആഗ്രഹിക്കുന്ന, അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് പറ്റും? ഉള്ളിൽ തീയാണ്, ആധിയാണ്, കാണാൻ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ തീക്ക് പറ്റി തുല്യമായ മഴയാണ്. പിന്നെ നമ്മുടെ മോഹങ്ങൾ, ഉള്ളിലുള്ള മോഹങ്ങൾ എപ്പോഴും നമുക്ക് എന്താണ്, മായയാകുന്ന മഴയാണ്, അല്ലെ? മോഹങ്ങളെ കുറിച്ച് നമ്മൾ ഇതിഹാസങ്ങളിൽ എല്ലാം കാണുന്നുണ്ട്. മായയാണ്, എല്ലാം ഒരു മായയാണ്. അത് നമുക്ക് കിട്ടിയോ കിട്ടിയില്ലേ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. സാന്ത്വനം തരുന്നത്, എപ്പോഴും സാന്ത്വനം കിട്ടുന്നത് എപ്പോഴും കനിവ് നമ്മൾ ഒരാളോട് കാണിക്കുമ്പോൾ അയാൾക്ക് ഒരു സാന്ത്വനം ലഭിച്ചു. അപ്പൊ അതൊരു കനിവിന്റെ മഴയാണ്. മൗനങ്ങൾ ചിലപ്പോൾ ഭയങ്കര അർത്ഥവത്തായിട്ട് മാറും, അല്ലെ? വളരെ ഇഷ്ടമുള്ള രണ്ട് വ്യക്തികൾ, മൗനം പോലും മധുരം, ഒരു ഗാനം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മൗനത്തിന് വെറുതെ ഇങ്ങനെ കണ്ണിൽ നോക്കിയിരുന്നാൽ മതി, ആ മൗനത്തിന് 1000 അർത്ഥങ്ങളുണ്ട്. അപ്പൊ അതൊരു മൊഴിനീർ മഴയാണ്, അല്ലെ? പ്രേമ സന്ദേശം ഓതി എത്തുന്നു പുലരിയിലെ മഞ്ഞ് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. അവിടെ പ്രേമത്തിന്റെ ഒരു സന്ദേശമാണ് പുലരി മഞ്ഞ് വീഴുന്നത്. അപ്പൊ മഴ 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 എന്നിങ്ങനെ അവസാനിക്കുന്നു. ഓരോ വരിയിൽ ഓരോ അർത്ഥവും മനുഷ്യന്റെ ഓരോ അവസ്ഥകളുമാണ് ഈ കവിതയിലുടനീളം കൈതപ്രം സാറ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഗാനം വിദ്യാസാഗർ സാറ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രേമത്തിന്റെ മറ്റൊരു മനോഹര സങ്കല്പം കൂടിയാണ് ONV കുറുപ്പ് സാർ. ഇതുവരെ നമ്മൾ പറഞ്ഞില്ല സാറിനെ കുറിച്ച്. ONV കുറുപ്പ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജ്ഞാനപീഠം അവാർഡ്, ഹയസ്റ്റ് ലിറ്ററസി അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പത്മശ്രീ, പത്മവിഭൂഷൺ എല്ലാം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പോയറ്റാണ്, ലിറിസിസ്റ്റ് ആണ്, ലെക്ചറർ ആയിരുന്നു. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, അദ്ദേഹത്തിന്റെ ഗാനങ്ങളെല്ലാം നമ്മുടെ കാതിൽ തേൻ മഴയായിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലെ? അതുപോലെ നീർമിഴി പീലിയിൽ നീർമണി തുളുമ്പി, സാഗരങ്ങളെ, ആ രാത്രി മാഞ്ഞുപോയി, ഇങ്ങനത്തെ മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച ONV കുറുപ്പ് സാറിന്റെ പ്രേമത്തിന്റെ ഒരു മനോഹര സങ്കല്പമാണ് ഇത്. ഒരു ചിത്രം വരയ്ക്കുന്നതാണ്, നായകൻ നായികയുടെ ഒരു ചിത്രം വരയ്ക്കുന്നതാണ് സീനിൽ. അപ്പം പക്ഷെ അതിന്റെ അർത്ഥം ഭയങ്കര രസമാണ്. ആരാ പാടുന്നത്? ഞാൻ പാടാം മാഡം. സുനിൽ ഓക്കെ, പാടി. ഓക്കെ സർ. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. കരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം. താങ്ക് യു സർ. അപ്പോ നായികയെ കുറിച്ച് പറയുന്നതാണ്. ഒരു ദലം നമ്മൾ സങ്കല്പിക്കുക, ഒരു പൂ വിരിഞ്ഞ് വരുമ്പോൾ ഓരോരോ ദലങ്ങളായിട്ടാണ് വിരിഞ്ഞു വരുന്നത്, അല്ലെ? അപ്പൊ ഒരു ദലം മാത്രം വിരിയുമ്പോൾ ആ ചെമ്പനീർ ഏതവസ്ഥയിലാണ്? ഒരു വളരെ ശൈശവ അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അത്ര ടെൻഡർ ആണ്, അത്ര ഇന്നസെന്റ് ആണ്, അത്ര സോഫ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു മുകുളമായിട്ട് നീ എൻ്റെ മുന്നിൽ നിന്നപ്പോൾ, ഒരു ക്രൂരമായ മനസ്സുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? നുള്ളി എടുത്തു കഴിഞ്ഞാൽ ആ പൂവിന്റെ സൗന്ദര്യം അവിടെ അവസാനിച്ചു. അത് വിടർന്ന് വരുന്നേ ഉള്ളൂ. ഇനി അതിന് ഒരുപാട് വിടരാനുണ്ട്, അതിന്റെ പൂർണ്ണ സൗന്ദര്യം വരാനുണ്ട്. എല്ലാ ദളങ്ങളും വിരിഞ്ഞു കഴിയുമ്പോഴാണ് ആ പൂവ് അതിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ എത്തുന്നത്. പക്ഷെ അപ്പൊ നുള്ളി നോവിക്കാതെ, സൗന്ദര്യം ഉള്ളിലുള്ള ഒരാള് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാള് എന്താണ് ചെയ്യുന്നത്? അതിനെ നുള്ളി നോവിക്കാതെ, തഴുകുക പോലും ചെയ്യാതെ ഞാൻ നോക്കി നിന്നു എന്നാണ് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത്, നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ സുരക്ഷിതത്വം നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളൊരു ഭംഗിയുള്ള പൂ വഴി കണ്ടാൽ അതിനെ നുള്ളിയെടുത്ത് മണപ്പിച്ചിട്ട് കളഞ്ഞിട്ട് പോവുകയോ ചെയ്യാതെ, അത് അതിന്റെ ജീവിതം മുഴുവനായിട്ട് ചെയ്തോട്ടെ, നമ്മളൊന്ന് കണ്ട് ആസ്വദിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണ് അതിൽ വരേണ്ടത്. അപ്പൊ ഇവിടെ നായകൻ അങ്ങനെയാണ്. ഇപ്പം
നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്നത് പ്രണയം വരുമ്പോൾ അതെല്ലാം സ്വാർത്ഥതയാണ് നമ്മൾ കാണുന്നത്. അപ്പം ആഗ്രഹിച്ച ആളിനെ കിട്ടിയില്ല എങ്കിൽ ആ പെൺകുട്ടി നാളെ വേറൊരു വിവാഹം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ എന്താ ചെയ്യുന്നത്? ആസിഡ് കത്തിച്ചു നശിപ്പിക്കുന്നു. എന്റെ കൂടെ നിന്നില്ലെങ്കിൽ നിനക്ക് ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവര് ജീവിതം നശിപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു ക്രൂരമായ ടെൻഡൻസിയിലാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്നത്. അപ്പൊ ഈ ഗാനമൊക്കെ കാണുമ്പോൾ, ഇതൊരു 10 പ്രാവശ്യം പാടുമ്പോൾ സ്നേഹത്തിന്റെ ഉദാത്തമായ ഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് കവി. ഇനി ഇതുപോലെ പ്രണയത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വിരഹം അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ പ്രകൃതിയിലെ ചില മനോഹര ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോകും, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ. നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മുടെ ഉള്ളിലുള്ള ഇല്ലെങ്കിൽ ചെറിയൊരു വിഷാദം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ആരാ പാടുന്നത്? ആരും പാടുന്നില്ലേ? ഞാൻ പാടിക്കോളൂ. രണ്ടുപേര് പാടിക്കോളൂ പാടിക്കോളൂ എന്നാ. രണ്ടുപേര് പാടാമേ? ഓക്കെ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അതെ, അപ്പൊ നമ്മൾ നനച്ചു പോകുന്ന എപ്പോഴൊക്കെയാണെന്ന് അടുത്ത സ്റ്റാൻസിൽ പറയുന്നുണ്ട്. രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിൽ ഇലച്ചാർത്ത് ഉലഞ്ഞ നേരം. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ്. നല്ലൊരു മഴ പെയ്തു, എന്നിട്ട് തോർന്ന് വരികയാണ്. തോർന്ന് വരുമ്പോ ചെറിയ കാറ്റുണ്ട്, മർമരത്തോടു കൂടി ചെറിയതായിട്ട് ഇലകൾ ഇങ്ങനെ അനങ്ങുമ്പോൾ ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം. അപ്പം ചെറുതായിട്ട് അവസാന മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്ന ശബ്ദം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അങ്ങനെ വീഴുമ്പോൾ കേൾക്കുന്ന ആ സംഗീതം എൻ്റെ ഹൃദയത്തിൽ പടർന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, നീ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ. അപ്പൊ ആരെയോ, വളരെയേറെ സ്നേഹിക്കുന്ന ആരെയോ നമ്മൾ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങളാണ് ഇതെല്ലാം. കാതരയായ ഒരു പക്ഷി എൻ്റെ ജാലകവാതിലിൻ ചാരെ ചിലച്ച നേരം. അപ്പോഴും ഇതുപോലെ തന്നെ ഒരു പക്ഷി വന്ന് ജാലകത്തിൽ ചിലച്ചു. അപ്പൊ ഇങ്ങനെ ചില സമയങ്ങളിൽ, ചില അവസ്ഥകളിൽ നമ്മൾക്ക് തോന്നും. മുറ്റത്ത് ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ട് വിരിഞ്ഞ നാളിൽ ചില സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ വെച്ചിട്ട് ഒരു പ്രണയത്തെയും സ്നേഹത്തെയും വിരഹത്തെയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗാനമാണിത്. ഇനി നമ്മൾക്ക് ഒരു ദിനത്തിൽ നമ്മൾ പല പല അവസ്ഥകളിൽ കൂടി കടന്നു പോകും. നമുക്ക് ചില സന്തോഷാവസ്ഥകൾ ഉണ്ടാകും, ചില ദുഃഖകരമായ അവസ്ഥകൾ ഉണ്ടാകും. പക്ഷെ അപ്പൊ നമ്മളൊരു ദിനം തീർക്കാറാകുമ്പോൾ നമ്മൾക്ക് പിന്നെ കഴിഞ്ഞു പോയതെല്ലാം പിന്നീട് ഓർമ്മകളാണ് അല്ലെ? എല്ലാം ഓർമ്മകളായി നമ്മുടെ നമ്മുടെ ഉള്ളിൽ മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് വീണ്ടും വേണമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അങ്ങനെ ഓർമ്മകളെ ആഗ്രഹിക്കുന്ന ONV കുറുപ്പ് സാറിന്റെ ഇത് ഞാൻ മുമ്പൊരു സെഷൻ ചെയ്തപ്പോൾ എനിക്ക് ആ സെഷനിൽ അറ്റൻഡ് ചെയ്ത ഒരു സാറ് പറഞ്ഞു തന്നതാണ്. അതായത് ONV കുറുപ്പ് സാറ് പഠിച്ച സ്കൂളിലൊരു തിരുമുറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തെ കുറിച്ചാണ് കവിത എഴുതിയത്. പക്ഷെ സിനിമയിലാണ് ഇതിന് വേറൊരു രൂപത്തിലേക്ക് കുറച്ച് മോഡിഫൈ ചെയ്ത് ഒരു ചലച്ചിത്ര ഗാനമാക്കി മാറ്റിയത്. അപ്പോൾ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണിത്. ONV കുറുപ്പ് സാറിന്റെ ഒരു 4 വരി ആരെങ്കിലും പാടാമോ? ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയും തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ മരമൊന്നുലുത്തുവാൻ മോഹം, അടരുന്ന കായ്മണികൾ ഒഴിയുമ്പോൾ ചെന്നെടുത്തതിലൊന്ന് തിന്നുവാൻ മോഹം, സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാൻ എപ്പോഴും മോഹം. താങ്ക് യു. അതായത് നമ്മൾ എത്ര ഒരു അഡൽട്ട് ആയാലും, നമ്മൾ മനുഷ്യൻ വളർന്ന് എത്ര അഡൽട്ട് ആയാലും നമ്മുടെ ഉള്ളിലെ കുട്ടിത്തം ഒരിക്കലും മാറുന്നില്ല. നമ്മൾ ചെറിയ പ്രായത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? മുറ്റത്ത് അടർന്നു വീഴുന്ന മാങ്ങ
അല്ലെങ്കിൽ നെല്ലിക്ക, ഇതെല്ലാം ഓടിച്ചെന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ മുറ്റത്ത് മാങ്ങ കിടക്കുവാണെങ്കിൽ സന്തോഷമാണ് ഓടിച്ചെന്ന് അത് എടുത്ത് കഴിക്കാൻ, അല്ലേ? മാവിൽ നിന്ന് പാകമാകുമ്പോൾ പറിക്കുന്നതിനേക്കാൾ നമുക്ക് മുറ്റത്ത് വീണ് കിടക്കുന്ന മാങ്ങ ഇതൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നെല്ലിക്കയാണെങ്കിലോ നമ്മൾ ഒന്നിങ്ങനെ മരത്തിനെ ഉലർത്തി കൊടുത്താൽ മതി, അതിൽ നിന്ന് ഇങ്ങനെ വീഴും. അപ്പൊ നമ്മുടെ കൂടെ കൂട്ടുകാരുണ്ടാകും, കളിക്കൂട്ടുകാരുണ്ടാകും. അപ്പൊ അങ്ങനെ കയ്പും മധുരവും പുളിപ്പും ഒക്കെ ഉള്ള ആ നെല്ലിക്ക കഴിക്കാൻ എനിക്കിപ്പോഴും മോഹം. ഇപ്പോഴും മോഹം എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ആസ്വദിക്കാനും കഴിഞ്ഞു പോയല്ലോ. എല്ലാവർക്കും ആഗ്രഹമാണ് ആ ബാല്യം തൊട്ട് വീണ്ടും ഒരിക്കൽ കൂടി ജീവിച്ചിങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ കവിയുടെ ഉള്ളിലെ ആ യൗവനത്തിലും ചെറിയ കാര്യത്തിലുമുള്ള ആ വികാരങ്ങൾ, ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. അതുപോലെ അവസാനം പറയുന്നുണ്ട്, കുയിലിന്റെ പാട്ട് കേട്ട് എതിർപ്പാട്ട് പാടുവാൻ. അത് ചെയ്തിട്ടില്ലാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല, അല്ലെ? നമ്മളൊക്കെ ചെന്നിരുന്ന് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൂവും. എതിരെ ഒരു കുയിൽ കൂവിയാല് വീണ്ടും നമ്മൾ കൂവും. അപ്പൊ കുയിൽ വീണ്ടും ശക്തമായിട്ട് കൂവും. അപ്പൊ ഇതെല്ലാം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ ഒരു ദിവസത്തിന്റെ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയത്. അപ്പൊ നമ്മൾ ഒരു ദിനം കഴിഞ്ഞു, നമ്മൾ കർമ്മനിരതരായിരുന്നു, പല കാര്യങ്ങൾ കഴിഞ്ഞു, സന്തോഷാവസ്ഥകളോ ദുഃഖകരമായ അവസ്ഥകളിലൊക്കെ ചിലപ്പോൾ കടന്നുപോയി. എന്തായാലും രാത്രി വന്നു. രാത്രി വന്നപ്പോ നമ്മൾ കാണുന്നത് എന്താണ്? മനോഹരമായ നക്ഷത്രങ്ങള്, ചന്ദ്രനൊക്കെയാണ് നമ്മൾ കാണുന്നത്. സൂര്യൻ അതിന്റെ സ്ഥാനം ചന്ദ്രന് വിട്ടുകൊടുത്തു, അല്ലെ? ഇപ്പം ആകാശത്ത് തിളങ്ങി നിന്ന സൂര്യന് പകരം നമ്മളിപ്പോ കാണുന്നത് ചന്ദ്രനെയാണ്. ഇപ്പൊ ചന്ദ്രനെ കുറിച്ച് മനോഹരമായ ഗാനങ്ങളുണ്ട്. അപ്പം ഇവിടെ അടുത്ത് വീണ്ടും പി ഭാസ്കരൻ സാർ തന്നെ വരുന്നു. ആരാണ് പാടുന്നത്? 4 വരി പാടിക്കോളൂ. പാടുന്നില്ലെങ്കിൽ ഞാൻ പാടാം. താനേ തിരിഞ്ഞും മറിഞ്ഞും താമരമേത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും താമരമേത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. അപ്പൊ നമ്മള് മാനത്ത് ഈ ചില ദിവസങ്ങളിൽ ചന്ദ്രൻ ഇടത്തോട്ട് കാണും, ചില ദിവസം വലത്തോട്ട് കാണും. ആ കാണുന്നത് എന്തുകൊണ്ടാണ്? അതൊരു സയന്റിഫിക് ഫാക്റ്റ് ആണ്, അല്ലെ? നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കണ്ട് വരുമ്പോഴാണ് ഒരു പൂർണ്ണ ചന്ദ്രനായിട്ട് നമ്മൾ കാണുന്നത്, അല്ലെ? അപ്പൊ അതിന് കവി പറയുന്നത് ഉറക്കം വരാതെ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, നമുക്ക് രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കിടക്കും. കുറേ നേരം കഴിഞ്ഞ് ഉറക്കം വന്നില്ലെങ്കിൽ നമ്മൾ ഇനി വലത്തോട്ട് തിരിഞ്ഞ് കിടക്കാം. അപ്പൊ ഉറക്കം വരുമോ നമ്മൾ നോക്കും. അപ്പൊ നമ്മുടെ പോലത്തെ ഒരു അവസ്ഥയിലാണ് ചന്ദ്ര ഭഗവാൻ അവിടെ ചിലപ്പോൾ ഇടത്തോട്ട് കാണുന്നത്, ചിലപ്പോൾ വലത്തോട്ട് കാണുന്നത്. ഉറക്കം വരാതെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിലാവ് കാണും. ചന്ദ്രനുള്ളപ്പോ രാത്രി നമുക്ക് ആകാശത്ത് നിലാവ് കാണും. അപ്പൊ അതിന് പറയുന്നത് പാതിരാവ് വിരിച്ചിട്ട ചെമ്പക വെൺമലർ തൂവിരിപ്പെന്ന്. ഒരു പാതിരാവ് ഒരു വെള്ള ബെഡ്ഷീറ്റ് വിരിച്ചതുപോലെ വിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിലാണ് ചന്ദ്രൻ കിടക്കുന്നത്. അപ്പൊ അവിടെ നല്ല ഒരു പ്രേമത്തിന്റെ സങ്കല്പത്തിനുള്ള നല്ലൊരു അന്തരീക്ഷം അവിടെയുണ്ട്. മധുവിധു രാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ത മഞ്ചരി ഏന്തി. അപ്പൊ ഇതൊരു മധുവിധു രാവാണെന്ന് സങ്കല്പിക്കുന്നുണ്ട്, അല്ലെ? അപ്പോ കാമുക സംഗമ വേളയാണ് അവിടെ. നാണിച്ചു നീ വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലേ എന്നൊക്കെ പറഞ്ഞപ്പോ മാനത്തെ പൊന്മുകിലിനെ ഒരു നവവധുവായിട്ടോ ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലെ വികാരങ്ങൾ അത്രത്തോളം ഉണ്ട്. അപ്പൊ അവർക്ക് ഉറക്കം കിട്ടുന്നില്ല. അപ്പൊ അവരിങ്ങനെ താനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്നു എന്നൊരു മനോഹരമായ കോൺസെപ്റ്റ് ആണ് ഇവിടെ ചന്ദ്രനെ കുറിച്ച് പറയുന്നത്. ഇനി കുട്ടികള് ചന്ദ്രനെ കാണുന്നത് ഇതുപോലെയൊന്നും ആയിരിക്കൂല. അവരേത് രീതിയിലായിരിക്കും കാണുന്നത്? അവരുടെ ഒരു സങ്കല്പം. കൈതപ്രം സാറിന്റെ മനോഹരമായ ഒരു ഗാനമാണ്. ആരെങ്കിലും ഒരു 4 വരി പാടാമോ? ഞാൻ പാടുന്നു. വെണ്ണില ചന്ദനത്തിന്നും പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഉണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞു അറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം.
കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം, ഒന്നീ മഞ്ചാടിക്കുന്നിലേറാം. അതെ, അപ്പം കുട്ടികളാണെങ്കിൽ അവരെന്തോ ചെയ്യും, കണ്ണിമാങ്ങ കടിച്ച് നടക്കും അല്ലേ, പാദസരങ്ങൾ കിലുക്കി നടക്കും, പിന്നെ കുന്നുകളിൽ വലിഞ്ഞു കയറും. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ കാണുകയാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് തോടിലൊക്കെ, നല്ല നിലാവുള്ള രാത്രികളിൽ തോടിലൊക്കെ ചന്ദ്രന്റെ ബിംബം ഇങ്ങനെ വെള്ളത്തിൽ വീണ് കിടക്കാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾക്കറിയാം, വലിയ വ്യക്തികൾക്കറിയാം ഇത് ചന്ദ്രന്റെ പ്രതിബിംബമാണ് ഈ കാണുന്നത്. പക്ഷെ ഒരു കുട്ടിയാണ് അത് കാണുന്നതെങ്കിലോ, ഒരു കുട്ടിയായി നിന്നുകൊണ്ട് കൈതപ്രം സാറ് പറയുകയാണ്, അയ്യോ ദാ പുന്നമട കായലിൽ ചന്ദന കിണ്ണം, വെണ്ണിലാവിലെ ആകാശത്തുള്ള ചന്ദന കിണ്ണം ദാണ്ട ഈ ഭൂമിയിൽ കായലിൽ വീണേ, അപ്പൊ ഓടി വാ, കൂട്ടുകാരിയെ വിളിക്കാണ്, നമുക്ക് കയ്യിൽ ഇങ്ങനെ കോരിയെടുക്കാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അത് കുട്ടികളുടെ ഒരു സങ്കല്പത്തിലെ ഒരു ചന്ദ്രനെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ വളരെ കോൺസെപ്റ്റ്, ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് വയലാർ രാമവർമ്മയുടെ ഈ ഗാനത്തില് ചന്ദ്രനെ കുറിച്ച്. ആരാ പാടുന്നത്? ഞാൻ പാടാം മാം. ഓക്കെ, പാടിക്കൊള്ളൂ. വെൺചന്ദ്രലേഖയൊരപ്സരശ്രീ വിശ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരശ്രീ. വെൺചന്ദ്രലേഖയൊരപ്സരശ്രീ. താങ്ക് യു മാം. അതായത് വെൺചന്ദ്രലേഖ ഇവിടെ ഒരു അപ്സര സ്ത്രീയാണ്. നേരത്തെ ഗാനത്തിൽ എന്തായിരുന്നു? ഒരു ചന്ദന കിണ്ണം അല്ലെ, വെണ്ണിലാവിലുള്ള ഒരു ചന്ദന കിണ്ണം മാത്രമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എന്തായി? ഒരു അപ്സര സ്ത്രീയാണ്. അപ്പം ആകാശത്ത് നമ്മൾ ആ നിലാവിന്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം ചന്ദ്രനെ ഒന്ന് സങ്കല്പിക്കാൻ. അപ്പം കസവുത്തരീയം ഉലഞ്ഞും കളി അരഞ്ഞാണം അഴിഞ്ഞും ഒരു അപ്സര സ്ത്രീ ഇങ്ങനെ നൃത്തമാടി വരുന്നതായിട്ടാണ് ഒരു യുവമിഥുനങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നത്. അതായത് അവരുടെ മാനസിക അവസ്ഥ അങ്ങനെയാണ്. അവരിങ്ങനെ സ്നേഹത്തിൽ മുഴുകി അവരുടെ ഹൃദയം അനുരാഗം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന യുവമിഥുനങ്ങൾ ആകാശത്ത് നോക്കുമ്പോൾ അവര് കാണുന്നത് വെണ്ണിലാവിലെ ചന്ദ്രനിലേക്ക് ഒരു അപ്സര സ്ത്രീ ഇങ്ങനെ നൃത്തം ചെയ്തു വരുന്നു. അപ്പൊ അവസാനം പറയുകയാണ്, ഞാനും എന്റെ മധുവിധു മേനകയും ആ നൃത്തം അനുകരിക്കുന്നു. അപ്പം ആ ഒരു ഉദാത്തമായ ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന യുവമിഥുനങ്ങളുടെ കാഴ്ചപ്പാടിലെ ചന്ദ്രനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഇത് ലാസ്റ്റ് ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇത്രയുമൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഉറങ്ങാൻ പോകാൻ സമയമായി. നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആരാണ് പാടുന്നത്? ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു മനോഹരമായ ഗാനമാണ്. ആര് പാടുന്നത്? ഞാൻ പാടാം. ഓക്കെ, പാടിക്കോളൂ മാഡം. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെണ്ടുലമാടുന്നു. ജീവിതം അതു ജീവിതം. താങ്ക് യു മാം. വലിയൊരു കോൺസെപ്റ്റ്. ഒരു ദിനം അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം ഒരു പെൻഡുലം പോലെയാണ്. രാവിലെ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടത്തോട്ട് വലത്തോട്ട് ഇങ്ങനെ പെൻഡുലം ആടുമ്പോഴാണ് ഒരു ദിവസം അവസാനിക്കുന്നത്. അപ്പൊ അത് സുഖത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. തുടങ്ങുന്നത് കണ്ണീരിലാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് ജനിക്കുന്നത്. പിന്നീട് ചിരിയാകുന്നു അത്. അവസാനം മരിക്കുമ്പോഴോ വീണ്ടും കണ്ണീരിലേക്ക് മടങ്ങുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് അല്ലെ. അപ്പം കാലം അളക്കും, സൂചി മരിക്കും, കാലം പിന്നെയും ഒഴുകും. അപ്പം സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിലും നമുക്ക് ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല. എനിക്ക് സന്തോഷം കിട്ടി ഇന്ന്, ഞാൻ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകുന്നില്ല, ഇവിടെ നിന്നോളാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പോയേ പറ്റൂ. നമ്മുടെ ജീവിതം മുന്നോട്ട് പോയേ പറ്റൂ. അപ്പൊ കാലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കും. ആത്മാവിൽ ഭാവന വസന്തം വിടരും, 1000 വർണ്ണങ്ങൾ പടരും. ഇതെല്ലാം കഴിയുമ്പോൾ പുലരി ചിരിക്കും. ഒരു ദിവസത്തിൽ സന്ധ്യ തുടിക്കും, രാത്രിയാകും, ഭൂമി പിന്നെയും തിരിയും, ഭൂമി തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതെല്ലാം
നിത്യസത്യങ്ങളാണ്. നമ്മളൊരു സത്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു ഗാനമാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമ്മൾക്ക് നിരാശ വേണ്ട. നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ വളരെ വിഷമം തോന്നും. പക്ഷെ നാളെ നമ്മുടെയും നമ്മൾക്കും പോകേണ്ടവരാണ്. ഇവിടെ ആർക്കും ശാശ്വതമായി നിൽക്കാൻ പറ്റുകയില്ല. ഒരു കുറച്ച് സമയം മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന സമയത്ത് നമ്മൾ സന്തോഷമായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, എല്ലാവരോടും സന്തോഷമായി പെരുമാറിക്കൊണ്ട്, എല്ലാവർക്കും സ്നേഹം വിതറിക്കൊണ്ട് നമ്മൾ ജീവിക്കുക എന്ന് നമ്മൾക്ക് ഇതുപോലുള്ള ഗാനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാകും. അപ്പൊ വളരെ കുറച്ച് സെലക്റ്റഡ് പാട്ടുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, സമയം കുറവായതുകൊണ്ട്. ചില പാട്ടുകൾ നമ്മൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നത് ആ വരികളിൽ നമ്മൾക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയുന്നത് കൊണ്ടാണ്, അല്ലെ? നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ കൂടി കടന്നു പോകുന്നതാണ് ഈ ഗാനങ്ങൾ. അപ്പം നമുക്ക് ഇതെല്ലാം ഹൃദ്യമായി തീരുന്നത് നമുക്ക് ആ വരികളിൽ നമ്മളെ തന്നെ കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പോ എന്റെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കിവിടെ ആരെയും പരിചയമില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ബർസാത് സാറാണ്. അപ്പൊ സാറിന് സ്പെഷ്യൽ ആയിട്ട് ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു മാം. വളരെ മനോഹരമായ സെഷൻ, വളരെ അർത്ഥം മൂല്യവും എല്ലാം നൽകാൻ പറ്റുന്ന രീതിയിൽ. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന, ഒരു ട്രെയിനർക്ക് എങ്ങനെ പാട്ട് പാടാൻ സാധിക്കും? ഒരു ട്രെയിനർ പാട്ട് പാടുന്നതിന്റെ ഒരു പ്രത്യേക വേർഷൻ ഉണ്ട് എന്ന് മാം അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു വന്നു. ഞാൻ ബർസാത് സാറിനെ വിളിക്കാം. ബർസാത് സാർ പ്ലീസ്. കേൾക്കാം? കേൾക്കാം സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതിനകത്ത് ഇപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത്. കാരണം ഇത് സാധാരണ ഇത് മാം ശരിക്കും ഇതേ പറ്റിയിട്ട് ശരിക്കും ഒത്തിരി പല പല പാട്ടുകളിലൂടെ, പഴയ പാട്ടുകളിലൂടെ തന്നെ പോയിട്ട് പുതിയ പാട്ടുകളും പഴയതും പുതിയതും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വളരെയധികം മനോഹരമായിട്ട് ഓരോ ഇത്രയും പാട്ടുകൾ ഇത്ര സമയത്തിനുള്ളിൽ എങ്ങനെ അവതരിപ്പിച്ചു എന്നൊക്കെയുള്ളതാണ്. ഈശ്വരനെ പറ്റിയിട്ട് തന്നെ 4 പാട്ട്, പിന്നെടുത്ത് പുലരിയെ പറ്റിയിട്ട്, പിന്നെടുത്ത് ലവിനെ പറ്റിയിട്ട്, അങ്ങനെ എത്രയോ പാട്ടുകളാണ്. ആ പാട്ടുകൾ പറയുമ്പോൾ മാം അതാരാണ് എഴുതിയതെന്ന് പറയുന്നുണ്ട്, അവരെ പറ്റിയിട്ട് പറയുന്നുണ്ട്, പി ഭാസ്കരൻ ആരാണെന്ന് പറയുന്നുണ്ട്. പിന്നെടുത്ത് കൈതപ്പുറത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാരെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു പാട്ടിനകത്ത് പറയുന്നു, കല്ലിലും മുള്ളിലും തോടിനും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന്. അടുത്ത പാട്ടില് പറഞ്ഞു, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലിലും ഇല്ല ഒരിടത്തും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ. എന്നിട്ട് അതിനെ തമ്മില് കമ്പയർ ചെയ്തുകൊണ്ട് അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം നമുക്ക് ഉണ്ടല്ലോ പറഞ്ഞ് തന്നു. വളരെ മനോഹരമായിട്ട് എടുത്തു. എനിക്കിനകത്ത് പല പാട്ടുകളെല്ലാം പറയുമ്പോൾ പാടാനായിട്ട് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പല പാട്ടുകളും ആരെങ്കിലും പാടാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പാടാണ്ട് ഇരുന്നത്. താങ്ക് യു മാം. താങ്ക് യു സാബു സാർ. സുമിത്ര മാമിന് ഇങ്ങനെ ഒരു അവസരം കൊടുത്തതിനും, സുമിത്ര മാമിനെ ഞാൻ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോട് കൂടി ഓടി എത്തി. കാരണം ഇന്നലെ എല്ലാം തിരക്കിലായിരുന്നു, ഭയങ്കര തിരക്കിലായിരുന്നു. എന്നാലും ഞാനത് പറഞ്ഞപ്പോ അങ്ങനെ പറ്റിയതും, പിന്നെ അടുത്ത് ജോസഫ് സാറിന് ഇന്നിങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റാണ്ട് ഇരുന്നതും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് എനിക്കിവിടെ സുമിത്ര മാമിനെ വരാൻ പറ്റി. താങ്ക് യു ഓൾ. ജോസഫ് സാർ. ഞാൻ പറഞ്ഞോട്ടെ. വളരെ സന്തോഷം. ചാറ്റിൽ ആരോ പറഞ്ഞതുപോലെ സൂപ്പർ പ്രസന്റേഷൻ. ഷാജി മാത്യു, അത് വളരെ ശരിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സുമിത്ര മാഡത്തിന്റെ പാഷൻ സംഗീതം തന്നെയാണ്. സംഗീതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ഒരു വ്യത്യസ്തമായ പ്രസന്റേഷൻ ആണെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഈ ലിറിക്സും ആ പാട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ ആരെഴുതി സംഗീതം അതെല്ലാം ഡിസ്പ്ലേ ചെയ്തുകൊണ്ടുള്ള ഒരു അവതരണം അതെല്ലാവർക്കും വളരെ ഈസി ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം പാട്ടിലെ
എല്ലാവർക്കും ബുദ്ധിമുട്ട്, പാട്ട് മനസ്സിലുണ്ടാവും, പക്ഷെ വരികൾ കിട്ടില്ല. പക്ഷെ അതൊരു വലിയൊരു നല്ല ഒരു മാതൃകാപരമായ ഒരു സമീപനമാണ് സുമിത്ര മാഡം ചെയ്തത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാട്ടുകളെ കുറിച്ചുള്ള വിശദീകരണം എല്ലാം തെരഞ്ഞെടുത്ത പാട്ടുകളൊക്കെ ഒന്നിനൊന്നും മെച്ചമാണ്. അതില് എല്ലാം തത്വചിന്താപരമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രത്യേകത. അത് ഈശ്വരന്റെ വിഷയമായാലും അവസാനം സുഖം ഒരു ബിന്ദു ദുഃഖം ഒരു ബിന്ദു എന്നുള്ള ഇതൊക്കെ ആണെങ്കിലും വളരെയധികം അർത്ഥവത്തായ എന്താ പറയാ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള തലം നൽകുന്ന, മനുഷ്യരെ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പാട്ടുകളാണ് മാഡം എടുത്തത്. ഗ്രേറ്റ് ട്രെയിനർ ആണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അത് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു മാഡം വേറെ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ ഈ സംഗീതത്തെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അതിന്റെ ഒരു എന്താ പറയാ ഒരു ഇരുത്തം വന്ന ഒരു പ്രസന്റേഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ നന്ദി. പരിചയക്കാരും ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഞങ്ങളെല്ലാവരും സുമിത്ര മാഡത്തിന്റെ പരിചയക്കാരാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബർസാത് സാർ ഫോർ ഇൻട്രൊഡ്യൂസിങ് സുമിത്ര ജി ടു അവർ പ്ലാറ്റ്ഫോം. താങ്ക് യു വെരി മച്ച്. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. താങ്ക് യു സുമിത്ര മാം. നല്ല പ്രോഗ്രാം ആയിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടാനും കൂടെ ഒരു അവസരം കിട്ടി. പണ്ട് ട്യൂഷൻ സെന്ററിൽ പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ പാടി ആ വരികൾ കണ്ടതിന് പാടാൻ പറ്റിയത് ഒരു സന്തോഷം. പിന്നെ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. സാബു സാറിന് പ്രത്യേകം താങ്ക്സ്. നല്ലതായിരുന്നു എല്ലാരും. എല്ലാ സൺഡേകളിലും നമ്മളുണ്ട് ഇതേപോലെ. ശരി സാറേ, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇനി തൊട്ട് ഞാൻ. ഓക്കെ സാർ, താങ്ക് യു സുമിത്ര മാം. നമസ്കാരം. പിന്നെ എന്നെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. പഴയ ജീവിത രീതിയിലേക്ക് കൊണ്ടുപോകാൻ വളരെ പ്രയാസവും സത്യത്തിൽ ഉണ്ടായി. അത്രയുണ്ട്. പക്ഷെ ഓരോ പാട്ടിനെ കൂടെ വിശദമാക്കി തന്നു. മറ്റു പാട്ട് കേൾക്കും പോകുക എന്നുള്ളതേ ഉള്ളു. പാട്ടിനെ കുറിച്ച് വ്യക്തമാക്കി തരികയും മാത്രം ചെയ്തു. എനിക്ക് പാടാൻ കഴിയില്ലാത്തത് ഞാൻ പാടിയില്ല. പാട്ട് കേൾക്കാൻ താല്പര്യമാണ്. കണ്ടുനിന്ന് ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. നല്ല ക്ലാസ്. സുമിത്ര മാം ഗംഭീരമായിരിക്കുന്നു. വളരെ സുന്ദരമായിട്ട് നല്ല സ്പീഡിൽ പറഞ്ഞു. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ വ്യക്തവും വളരെ ലളിതവുമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എടുത്തു പറയാനായിട്ടുള്ള സംഗതി, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമില് പലപ്പോഴും പലരും പാടാൻ ആഗ്രഹമുണ്ടെങ്കിലും വരികൾ അറിയാൻ മേലാത്തതിന്റെ പേരിലാണ്. വാസ്തവത്തിൽ വരികൾ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച ആ രീതി ഏറെ ഹൃദ്യമാണ്, അതിസുന്ദരമാണ്. ഇനിയും വരണം. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ഞാൻ പറയട്ടെ. സാർ താങ്ക് യു സാർ, താങ്ക് യു. സുമിത്ര മാം, അഭിനന്ദനങ്ങൾ പ്രത്യേകം പറയാതെ വയ്യ. സുന്ദരമായ ഒരു അവതരണം, നല്ലൊരു ക്ലാസ്. മ്യൂസിക് തെറാപ്പി തുടങ്ങി വെച്ച ജോസഫ് ജോൺ സാറും സബ് സാറും ഒക്കെ പറയുന്നു, നല്ലൊരു എന്താ പറയണ, നാൾക്ക് നാൾ നല്ലൊരു നിലയിലേക്ക് നമ്മളിങ്ങനെ വളരുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. ഓരോ ദിവസത്തെയും മ്യൂസിക് തെറാപ്പി കഴിയുമ്പോൾ എനിക്കും അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. ഞാനൊക്കെ ആദ്യമായിട്ടാണ് പാട്ട് കേൾക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പാട്ടിന്റെ പാലാഴി ബർസാത് സാറ് ഇങ്ങനെ ഒരാൾ കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് ഒരു വലിയ അനുഗ്രഹം, പറയാതെ വയ്യ. ഞാനിങ്ങനെ കാത്തിരുന്ന് ഒരു വലിയ ദിവസവും അതിൽ ഒന്നുകൂടെ പറയട്ടെ, വളരെ അത്യാധുനികമായ സാങ്കേതിക വിദ്യയും ഈ രംഗത്ത് ഇപ്പൊ ഇരിക്കുന്നതിൽ എന്നെ പോലുള്ളവർക്കൊക്കെ അങ്ങനെ പറയാം. സാങ്കേതിക വിദ്യ അങ്ങനെ തന്നെ, അതിന്റെ അവതരണം അങ്ങനെ തന്നെ, എല്ലാം മോഡേണാണ്, അതിഗംഭീരമാണ്, പറയാതെ വയ്യ. ഞാൻ കാത്തിരുന്ന് എനിക്ക് ഓർമ്മ വന്ന, സാധാരണ ഇവിടെ ഒരു പതിവുണ്ട്, ഒരു 4 വരി പാടാൻ ഈ നേരത്തിൽ നമുക്ക് അവസരം. അന്നേരമൊക്കെ ഈ 4 വരിയൊക്കെ കഷ്ടിച്ച് പാടുമോ?
അങ്ങനെ പാടി തുടങ്ങിയത്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല പൈങ്കിളി മലർത്തേൻ കിളി, വെയിൽ വന്നു പോയതറിഞ്ഞില്ല പൈങ്കിളി മലർത്തേൻ കിളി. ഓക്കെ, ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക. എന്തായാലും കാത്തിരുന്ന ഒരു ദിവസം ഒന്ന് പെട്ടെന്ന് മനസ്സിൽ കൂടെ കയറി വന്നത് ഞാനങ്ങ് പാടിയതേ ഉള്ളൂ. വളരെ നന്നായി മാം, ഇനിയും വരണം. വളരെ സുന്ദരമാണ് ഈ വേദി. പറ്റുമ്പോഴൊക്കെ എന്നും ഒന്നും എല്ലാവർക്കും കഴിഞ്ഞു വരില്ല. എന്നിരുന്നാൽ എന്തോ താങ്ക് യു. പാടാതെ സാറ് നിൽക്കുന്നത് സാറേ പറയാം. ആദ്യം സാബു സാറിന് അതുപോലെ ബർസാർ സാറിനും നന്ദി പറയുന്നു. എന്തായാലും സുമിത്ര മാഡം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. നല്ല വാചാലത, വാക്കുകൾക്കൊന്നും യാതൊരു പഞ്ഞുമില്ല. എന്തൊരു വാചാലതയാണ് ടീച്ചറിനെ ഞാൻ അപ്പൊ ഏത് വിഷയം കൊടുത്താലും ഇതുപോലെ വാചാലത നമ്മളങ്ങ് അങ്ങ് കേട്ടിരുന്നു പോകും. പിന്നെ ഈ ഓരോ പാട്ടിന്റെയും അതിലെ ആശയങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം തോലൊക്കെ പാടും. ഇതിൽ ഗായകനൊന്നുമല്ല, സിനിമാഗാനങ്ങൾ. അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒന്നും ശ്രദ്ധിക്കാറില്ല, ഒരിക്കലും പറ്റിയിട്ടുള്ളൂ ചെറുപ്പം തൊട്ട്. എന്തായാലും ഓരോ പാട്ടിന്റെ അർത്ഥങ്ങൾ പ്രായമായപ്പോൾ അറിഞ്ഞു ടീച്ചർ മാഡം ഒന്നും കൂടെ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് അതിന്റെ ആശയങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് വയ്ക്കാൻ സാധിച്ചു. പിന്നെ ജോസഫ് സാർ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയില്ല. ആ മുഖം ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും കൂടെ. ഇന്നും രാവിലെ എന്നെ വിളിച്ചു. അത്ര ബന്ധങ്ങളായിപ്പോയി ഞങ്ങൾ ആഴത്തിൽ. ഞങ്ങൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ സുമിത്ര മാഡം നമ്മുടെ ഒരു അടുത്ത ആളായി തീർന്നു. എന്തായാലും ഒരു ദിവസം തുടങ്ങിയ ആ ദിവസം വരെ തീരുന്ന വരെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. പ്രാർത്ഥനാ ഗാനങ്ങള്, വിരഹഗാനങ്ങളൊക്കെ കൊണ്ടുവന്ന് സമയമില്ല കൂടുതൽ പറയുന്നില്ല. എല്ലാം നല്ല ആശംസകളും. സാബു സാറേ, നമുക്ക് എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും നല്ല പാടാൻ കഴിയട്ടെ. ശരി, ഇത്രയേ ഉള്ളൂ. ആശംസകൾ നേരുന്നു. നീ വരട്ടെ ഇതുപോലെ കാര്യങ്ങളുമായിട്ട് പാട്ടുമായി. സാബു സാർ, ജോസഫ് സാർ, അതുപോലെ സുമിത്ര മാം. മാം എന്തൊരു ടൈമിങ്ങാ മാം. വളരെ നന്നായിട്ടുണ്ട്. കാരണം അത് ആ നിർത്തുന്നതും ആ തുടക്കമെല്ലാം നല്ല. അതുപോലെ മാമിന്റെ ആ സംസാരത്തിലുള്ള ആ ഭവ്യത, വിശാല മനസ്കത, എനിക്ക് തോന്നുന്നു അത് സംഗീതം പഠിച്ചവരിൽ കാണുന്ന ഒരു ഗുണാന്ന് തോന്നുന്നു. വളരെ എന്താ പറയണ്ട, മാം ഇങ്ങനെ മാം നല്ലോണം പാടുന്ന ഒരാളാണ്. പക്ഷെ ആ അവസരം മുഴുവൻ എല്ലാവർക്കും കൊടുക്കുകയാണ്. നിങ്ങൾ പാടിയാൽ മതി, ഞാൻ കേട്ടിരുന്നോളാന്നുള്ള രീതിയിൽ. അതുപോലെ പാട്ടിന്റെ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു രാവിലെ ആയിട്ട് രാത്രിയാകുന്നവരെയുള്ള കാര്യങ്ങള് ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് നമ്മൾ ചിലപ്പോ കേൾക്കും. അങ്ങനെ കേട്ടിട്ട് വീണ്ടും അത് ആരെങ്കിലും പറയുമ്പോഴാണ് അതിന്റെ അത്രയുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായൽ വീണ എന്ന് പറയുമ്പോ മാം പറയുമ്പോ ഞാൻ ഇങ്ങനെ അർത്ഥം ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. അധിക പാട്ടും അങ്ങനെയാ, നമ്മളിങ്ങനെ അന്നേരം കേൾക്കുമ്പോ അതിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കുമല്ലോ. ഏതായാലും മാം ഇനിയും വരണേ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളിങ്ങനെ പാട്ട് പഠിപ്പിക്കണം, പാടാൻ പഠിപ്പിക്കണം. താങ്ക് യു മാം. ഓക്കെ, നേരത്തെ മാം പറയാനുള്ളത് പാട്ട് പാടാൻ കണ്ടില്ലല്ലോ. മാഡം ചലച്ചിത്ര ഗാനങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ആസ്വാദനം ഉണ്ടാക്കി തരുവാൻ ശ്രമിച്ച സുമിത്ര മാഡത്തിന് വളരെയധികം. കാരണം തെരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, ആ വരികൾ, അത് എഴുതിയ ആള്, അതുപോലെ തന്നെ അതിൻ്റെ ഈണം, ഇതെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിച്ച് ഇതിൽ കൂടുതൽ ഒരു ആസ്വാദകർക്ക് ഇതിൽ കൂടുതൽ ഒരു ഇത് തരാനില്ല. അത് തന്നെയല്ല, മാഡത്തിന്റെ ഇത് കേട്ടപ്പോൾ തന്നെ ഇനിയും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ വേണം ആസ്വദിക്കാൻ, ഇങ്ങനെ വേണം എൻജോയ് ചെയ്യാൻ എന്ന് തോന്നുന്ന ഒരനുഭൂതിയാണ് എനിക്കുണ്ട്. നമ്മളിങ്ങനെ പാട്ട് കേൾക്കുന്നു, അതിന്റെ ഇമ്പം കൊണ്ട് അങ്ങ് പോകുന്നു. പക്ഷെ ആരെഴുതി, ആരെ ഈണം പകർന്നു,
ഏത് രാഗത്തിലാണ് എങ്ങനെ പാടി ഇതിൽ കൂടുതൽ ഒരു ചലച്ചിത്ര ഗാനം വിലയിരുത്താനില്ല. ഇങ്ങനെയുള്ള ഒരു അവതരണം ഈ വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ജോസഫ് സാറ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ സെലക്ട് ചെയ്ത കവിതകൾ അത് ഭയങ്കരമായിട്ട് ഒരു എൻജോയബിൾ ആയി. എനിവേ എല്ലാ വിധത്തിലും അഭിനന്ദനം. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? വൈൻഡപ്പ് ചെയ്യാം. സോ സുമിത്ര മാം, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായി. മാം ഒന്ന് കൺക്ലൂഡ് ചെയ്യും ഞങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ പറയും. താങ്ക് യു സാർ. ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിലുണ്ട്. അവിടെയാണ് ഞങ്ങൾ ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. അപ്പൊ ബർസാദ് സാറ് ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാം വേണ്ടുന്ന ഇവാലുവേഷൻ തരുന്ന ഒരാളാണ്. അപ്പൊ സാറ് സാധാരണ ഞങ്ങളുടെ ടോപ്പിക്സ് ഒക്കെ എടുക്കുമ്പോൾ സാറിന് അവിടെ എന്തെങ്കിലുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് നമുക്ക് വലിയ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അപ്പോ ഈ പാട്ടിന്റെ പ്രോഗ്രാം ചെയ്തപ്പോൾ സാറിനെ ക്ഷണിച്ചു. അപ്പൊ എനിക്ക് നല്ല അഭിപ്രായങ്ങൾ സാറിന്റെ നിന്ന് കിട്ടിയത് ഈ ഒരു സെഷനിലായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പാട്ട് ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അന്ന് ഞങ്ങൾ കുറച്ചു നേരം മനസ്സ് തുറന്ന് സംസാരിച്ചു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, പാട്ട് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് മനസ്സുകൊണ്ട് അടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ആക്സിഡന്റലി സാർ ഇങ്ങനെ എന്നെ വിളിച്ചത്. അപ്പം ഇത് എന്റെ കയ്യിൽ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ ആ രണ്ട് സ്ലൈഡ്, ആദ്യത്തെ 2 സ്ലൈഡ് മാത്രം ഞാൻ വേറെ ഒരു പ്രസന്റേഷനിൽ നിന്ന് ഞാൻ ഇന്ന് പെട്ടെന്ന് ആഡ് ചെയ്തു. കാരണം വെച്ചാൽ ഇതൊരു സംഗീത കൂട്ടായ്മ ആയതുകൊണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സംഗീതത്തെ കൂടെ അവിടെ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെഷൻ ചെയ്തത് കൊണ്ട് മാത്രമാണല്ലോ എനിക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടിയത്. അപ്പം പാട്ടിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോഴാണ് ഒരു ട്രെയിനർക്ക് ഏറ്റവും അധികം മനസ്സിന് സന്തോഷം വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് അത് എത്തേണ്ടവരിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എത്തണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഞാൻ ഹൃദയത്തിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ബർസാദ് സാറിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഇത് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. മാം, ഈ സൺഡേ ദിവസം ഞങ്ങൾ ഡീപ്പ് റിലാക്സേഷൻ ആണ്. കാരണം ഞങ്ങൾ ഡെയിലി എല്ലാ ദിവസവും 7 മണിക്ക് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. എല്ലാ ദിവസവും 7 മണിക്ക്. അപ്പൊ സൺഡേ ഡീപ്പ് റിലാക്സേഷന് വേണ്ടി നമ്മൾ മ്യൂസിക് തെറാപ്പിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ആരും പാട്ടുകാരൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാടുന്ന അനിൽകുമാർ സാറാണ് ഇവിടെ. ബാക്കി ഞങ്ങൾ എല്ലാവരും ശിശുക്കളാണ്. ഞങ്ങളൊക്കെ പാടും. ഞങ്ങൾക്ക് അങ്ങനെ വലിയ സ്വഭാവമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ന് മാം പ്രസന്റ് ചെയ്ത പോലെ ചിലപ്പോൾ നമ്മള് സൂമിൽ നമ്മൾ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കും. പിന്നെ ജോസഫ് ജോൺ സാർ ആണെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഇങ്ങനെ പറയാറ്. ഫുൾ ടൈം പാട്ടായിട്ട് ഞങ്ങൾ ചെയ്യാറില്ല, പാടും ഇങ്ങനെയാണ്. പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായ രീതിയായി. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് മാം വരിക, പ്രിപ്പയർ ചെയ്തോളൂ. അപ്പം നമുക്കത് ചെയ്യാം. അപ്പൊ ഇതിനുവേണ്ടി നമ്മളെ സഹായിച്ച ബർസാദ് സാർ ഒത്തിരി ട്രെയിനേഴ്സിനെ ഇങ്ങനെ നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് പ്രോഗ്രാംസ് ചെയ്യുന്നത്. അതുകൊണ്ട് പഴയ പോലെ ബർസാദ് സാറിന്റെ ട്രെയിനേഴ്സിനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. കാരണം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലെല്ലാം ഒരേ പ്രോഗ്രാം കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പൊ അതുകൊണ്ട് പിന്നെ ആളുള്ളത് ശനിയും ഞായറും മാത്രമേ ഉള്ളൂ, വെള്ളിയും ശനി മാത്രമേ ഉള്ളൂ പുതിയ ആൾക്കാരുള്ളൂ. പിന്നെ സൺഡേ പൊതുവെ ജോസഫ് ജോൺ സാറുണ്ട്. സാറിന്ന് ഒരു യാത്ര ഫിക്സ് ചെയ്തുകൊണ്ട് എനിക്ക് ലീവ് തരാമെന്നൊക്കെ ചോദിച്ചപ്പം ഞങ്ങൾ തന്നെ മത്സരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ബർസാദ് സാറിനോട് പറഞ്ഞ് അങ്ങനെയാണ് മാം. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് തീർച്ചയായും വരിക. ഇടയ്ക്കിടയ്ക്കെന്നല്ല, എപ്പോഴും വരിക. സൺഡേ ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ കൂടെ കൂട്ടുക. പാട്ട് പാടുമ്പോൾ കേൾക്കാനും നമുക്ക് ഇത്തിരി പറഞ്ഞ പോലെ മത്സര ബുദ്ധി വരാനൊക്കെ തീർച്ചയായിട്ടും ഗുണകരം. ഓക്കെ. അപ്പോൾ ജോസഫ് ജോൺ സാറിന്റെയും അനിൽകുമാർ സാറിന്റെയും ശിക്ഷണത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സുമിത്ര കൂടെ വരും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് പാടിയവരോട് സ്പെഷ്യൽ താങ്ക്സ്. പാട്ടിൽ മാത്രം അല്ലാണ്ട് പാട്ടിൽ മാത്രമല്ല, വേറെ പല കഴിവുകളും ഉണ്ട്, പല ടോപ്പിക്കും ഉണ്ട്. പല ടോപ്പിക്കും നമുക്ക് ഇവിടെ എടുപ്പിക്കാം. പിന്നെ അതൊക്കെ ഇവിടെ എടുത്ത് ആ കഴിവുകളെ പ്രകടിപ്പിക്കണം. താങ്ക് യു സാർ. അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യാം. പിന്നെ ഇന്ന് എന്റെ കൂടെ പാടിയവരെ ഞാൻ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അനിൽകുമാർ സർ, ഷാജി മാത്യു, രമാവതി, സ്നേഹലത, ഉഷ, പ്രസീത, സുനിൽ കുമാർ സർ, നസീന, എല്ലാവർക്കും പ്രത്യേകം നന്ദി ആ ഒരു എന്റെ കൂടെ ചേർന്ന് നിന്നതിന്. എനിക്ക്
സുനിൽ കുമാർ സർ അവിടെ ഞാനുണ്ട്, ഞാൻ കേട്ടോണ്ടിരിക്കുക. ഒളിച്ചിരിക്കോ? പുറത്ത് ഞാനൊരു പാട്ടും പാടി. സാറ് പാടിയായിരുന്നു കണ്ടു. സർ. കമന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഏഹ് കമന്റ്സ് ഒന്നും ബാക്കി പറഞ്ഞില്ല. എല്ലാവരും പറഞ്ഞു കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സുമിത്ര മാഡത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഞാൻ സാധാരണ പറയാറുണ്ട്, പാടുന്നവർക്ക് വരികൾ അറിയില്ല, വരികൾ അറിയുന്നവർക്ക് പാടാൻ അറിയില്ല. ഇത് രണ്ടും ചേർന്ന ഒരു വ്യക്തിത്വമാണ് മറ്റേ സുമിത്ര മാഡം. ഇത് ഈ സെഷൻ ഞാൻ നേരത്തെ നമ്മുടെ 6:30 സെഷനിൽ കേട്ടിരുന്നു. പക്ഷേ അതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിച്ചത്. വരികളുടെ അർത്ഥങ്ങളിലേക്കും അന്തരാർത്ഥങ്ങളിലേക്കും ഇറങ്ങി ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് നമ്മളെ ഒരു ദിവസത്തെ ചിട്ടപ്പെടുത്തി പുലരി മുതൽ സന്ധ്യ വരെയുള്ള എല്ലാ ഭാവങ്ങളെയും ചേർത്തുകൊണ്ടുള്ള നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ബാക്കി എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു സാബു സാർ, താങ്ക് യു സുമിത്ര മാഡം, താങ്ക് യു ബർസാർ സാർ, ജോൺ സാറിന്റെ ഒരു അസാന്നിധ്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, പക്ഷെ സാറിന്റെ പ്രസൻസ് കൂടെ നമുക്ക് സന്തോഷം നൽകുന്നു. താങ്ക് യു. നാളെ നമുക്കൊരു ബുക്ക് റിവ്യൂ ആണ്. ലൂയിസ് കെയുടെ ബുക്കിന്റെ 2ാമത്തെ പാർട്ടാണ് നാളെ വൈകുന്നേരം 7 മണിക്ക്. So, okay, thank you once again, Sumitra ma'am, Bharsar sir, Thank you. എല്ലാവർക്കും Thank you, sir. and good night. Thank you, ma'am. Thank you, ma'am. Good night. Good night. Good night to you all.